കഴിഞ്ഞ ദിവസം നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്? ഡെൽ ഓപ്പറേറ്റേഴ്സ് ആയിരുന്നു. ഡെൽ ഓപ്പറേറ്റേഴ്സ്. ആഷിഖ് വെക്ടർ കാൽക്കുലസ് മുഴുവൻ കേട്ടിരുന്നോ? ഇല്ല സാറേ, കുറേ പ്രൊജക്ടിന്റെയും ലാബൊക്കെ ഉള്ളതുകൊണ്ട് ഫുള്ള് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ കയറിയത്. ഇല്ല, കുഴപ്പമില്ല സാറേ, എടുത്തോ, ഞാനത് ഫോളോ ചെയ്തോളൂ. ഓക്കെ. ഡെൽ ഓപ്പറേറ്റേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡെൽ ഓപ്പറേറ്റേഴ്സ്, ഗ്രേഡിയന്റ്, ഡൈവർജൻസ് ആൻഡ് കർവ്. ഒരു സ്കെയിലാർ ഫംഗ്ഷൻ ആണ് നമ്മൾ ഗ്രേഡിയന്റ് കണ്ടുപിടിക്കുന്നത്. ഗ്രേഡിയന്റ് ഓഫ് എ സ്കെയിലാർ ഫംഗ്ഷൻ. ഗ്രേഡിയന്റ് ഓഫ് എ സ്കെയിലാർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡെൽ ഫൈ ആണ്. ഡെൽ ഫൈ. ഇത് തരിക ഒരു വെക്ടർ ഫംഗ്ഷൻ ആയിരിക്കും. ഗ്രേഡിയന്റ് ഓഫ് സം സ്കെയിലാർ ഈസ് ഡെൽ ഫൈ വെക്ടർ. എന്താ ഗ്രേഡിയന്റ് പറയുന്നത്? മാക്സിമം സ്ലോപ്പ്. ഗ്രേഡിയന്റിന്റെ ഡയറക്ഷൻ തരുന്നത് മാക്സിമം സ്ലോപ്പിന്റെ ഡയറക്ഷൻ. ഗ്രേഡിയന്റിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നതായിരിക്കും മാക്സിമം സ്ലോപ്പ്. ദെൻ ഒരു ഫംഗ്ഷന്റെ, ഒരു സ്കെയിലാർ ഫംഗ്ഷന്റെ ഗ്രേഡിയന്റ് 0 ആണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഒരു സ്കെയിലാർ ഫംഗ്ഷന്റെ ഗ്രേഡിയന്റ് 0 ആണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദ ഫംഗ്ഷൻ ഈസ് എ കോൺസ്റ്റന്റ്. ദെൻ പിന്നെ നമ്മൾ കണ്ടത് ഡൈവർജൻസ് ആണ്. ഡൈവർജൻസ് എന്താ പറയുക? നമ്മളുടെ ഫീൽഡ് എത്ര ഡൈവേർജ് ചെയ്യും, അതാണ് ഡൈവർജൻസ് തരിക. ഡൈവർജൻസ് എന്ന് പറയുന്നത് ഡെൽ ഡോട്ട് ഫൈ ആയിരുന്നു. ഡൈവർജൻസ് നമ്മൾ എടുക്കുന്നത് ഒരു വെക്ടറിനാണ്. ഡൈവർജൻസ് എന്ന് പറയുന്നത് ഡെൽ ഡോട്ട് എ ആയിരുന്നു. ഡൈവർജൻസ് 0 ആയിരുന്നതിനെയാണ് നമ്മൾ സോളിനോയിഡ് എന്ന് വിളിച്ചത്. ആരും എഴുതൊന്നും വേണ്ട കേട്ടോ, അത് കഴിഞ്ഞ ദിവസം എഴുതുന്നതാണ്, ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തെന്ന് മാത്രം. കേള് എന്താ? ഡെൽ ക്രോസ്. നമ്മൾ കേൾ എടുക്കുക ഒരു വെക്ടറിനെയാണ്. കേള് 0 ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ഇറോട്ടേഷണൽ. ഓക്കെ, ഗ്രേഡിയന്റിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഗ്രേഡിയന്റിന്റെ ഫോം ഇൻ ജനറൽ കോർഡിനേറ്റ് സിസ്റ്റം. ജനറൽ കോർഡിനേറ്റ് സിസ്റ്റം ഏതാ? ഗ്രേഡിയന്റ് ഇൻ ജനറൽ കോർഡിനേറ്റ് സിസ്റ്റം. ഗ്രേഡിയന്റ് ഇൻ ജനറൽ കോർഡിനേറ്റ് സിസ്റ്റം. ജനറൽ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് Q1, Q2, Q3 ആണ്. അതിന്റെ മെട്രിക് എലമെന്റ് എന്ന് പറയുന്നത് H1, H2, H3 ആണ്. അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് Q1 ക്യാപ്പ്, Q2 ക്യാപ്പ്, Q3 ക്യാപ്പ് ആണ്. മുഫീദ, മൈക്കൊന്നോണാക്കിയ മുഫീദ. ജനറലൈസ്ഡ് കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഗ്രേഡിയന്റിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? ഡെൽ ഫൈ പറഞ്ഞാൽ മതി. ഡെൽ ഫൈ Q1 cap divided by H1 dou by dou Q1 plus. ഇവിടെ ഒരു സ്കെയിലാർ ഫംഗ്ഷന് ചെയ്യുന്നുണ്ട്. അപ്പോൾ 5 വരും. dou 5 by dou Q1 plus Q2 cap divided by H2 dou 5 divided by dou Q2 plus Q3 cap divided by H3 dou 5 divided by dou Q3. മൈക്ക് ഓഫ് ആക്കരുത്. ഡൈവർജൻസും കൂടെ പറയണം. ജനറലൈസ്ഡ് കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഡൈവർജൻസ്.
dou phi divided by അതല്ലല്ലോ z sin തീറ്റ ജനറലൈസ്ഡ് കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഡൈവർജൻസിന്റെ ഇക്വേഷൻ. വൺ ഡിവൈഡഡ് ബൈ h1 h2 h3 into dou a divided dou by dou q1 h2 h3 a1 plus dou by dou q2 h1 h3 a2 plus dou by dou q3 h1 h2 a3. കാണാതെ അല്ലല്ലോ, നോക്കിയിട്ടല്ലേ പറഞ്ഞേ. സ്പെരിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിന്റെ ഡൈവർജൻസിന്റെ ഇക്വേഷൻ കൂടെ പറഞ്ഞേ. 1 divided by r square sin theta into dou by r into r square sin theta ar plus dou by dou theta r sin theta a theta plus dou by dou phi r a phi. ഇത് കാണാതെ ഒന്ന് പഠിക്കണം കേട്ടോ. ആ ഇത് ജനറലൈസ്ഡ് കോർഡിനേറ്റ് സിസ്റ്റത്തിന്റെ. ഓക്കെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേളാണ്. കേൾ കേളെന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഒരു ഫീൽഡ് എത്ര റൊട്ടേറ്റ് ചെയ്യും, ഡിഗ്രി ഓഫ് റൊട്ടേഷൻ ആണ് കേള്. Then കേള് in generalized coordinate system coordinate system del cross a, നമ്മൾ കേൾ എടുക്കുന്ന ഒരു വെക്ടറിനാണ് del cross a equal to എന്തായിരിക്കും? നിങ്ങൾക്ക് ക്രോസ് പ്രൊഡക്റ്റ് എടുക്കാൻ അറിയാമല്ലോ അല്ലേ? എ ക്രോസ് ബി. നമ്മൾ ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുക എപ്പോഴും വെക്ടേഴ്സിനാണ്, എ എന്ന് പറയുന്ന വെക്ടറും ബി എന്ന് പറയുന്ന വെക്ടറും. ദെൻ ക്രോസ് പ്രൊഡക്റ്റ് എങ്ങനെയാണ് നമ്മൾ എടുക്കുക? ഐ ക്യാപ്പ്, ജെ ക്യാപ്പ്, കെ ക്യാപ്പ്. ഇൻ സിംപ്ലസ്റ്റ് ഫോം, കാർട്ടീഷ്യൻ ഫോമിൽ ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുക. എ ക്രോസ് ബി എന്നത് ഐ ക്യാപ്പ്, ജെ ക്യാപ്പ്, കെ ക്യാപ്പ്, A1 A2 A3 B1 B2 B3. ദെൻ ഫസ്റ്റ് എലമെന്റ് ഐ ക്യാപ്പ് എടുക്കുമ്പോൾ അതിന്റെ റോയും അതിന്റെ കോളവും നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കും. ദെൻ ഐ ക്യാപ്പ് ഇൻറ്റു A2 B2 മൈനസ് A3 B3. ഇങ്ങനെയല്ലേ രണ്ട് വെക്ടർ തമ്മിൽ ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുന്നത്? പ്ലസ് നിങ്ങൾ രണ്ട് രീതി പഠിച്ചിട്ടുണ്ടാവും, പ്ലസ്സും ഇടാം മൈനസും ഇടാം. ഓക്കെ, മൈനസ് ഇട്ടാല് മൈനസ് ജെ ക്യാപ്പ് ഇൻറ്റു ജെയുടെ റോയും ജെയുടെ കോളവും ഹൈഡ് ചെയ്യണം. ബാക്കി A1 B2 മൈനസ് A3 B1 പ്ലസ് കെ ക്യാപ്പ് ഇൻറ്റു A1 B2 മൈനസ് A2 B1. ഇതല്ലേ ഒരു ക്രോസ് പ്രൊഡക്റ്റ്, ജസ്റ്റ് ഒരു ക്രോസ് പ്രൊഡക്റ്റ്. ഇത് എഴുതൊന്നും വേണ്ട, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. രണ്ട് വെക്ടർ തമ്മിൽ ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുന്നത് ഇങ്ങനെയല്ലേ? ക്രോസ് പ്രൊഡക്റ്റ്, യെസ്, രണ്ട് വെക്ടർ തമ്മിൽ ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുന്നത് ഇങ്ങനെയാണ്. ദെൻ ഡെൽ ക്രോസ് എയുടെ
ജനറലൈസ്ഡ് കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഡെൽ ക്രോസ് എയുടെ ഫോം അതാണ് നമുക്ക് ഇന്ന് അറിയേണ്ടത്. ജനറലൈസ്ഡ് കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഡെൽ ക്രോസ് എയുടെ ഫോം ദാറ്റ് ഈസ് 1/h1 h2 h3. കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ h1 h2 h3 1 ആയിരുന്നു, അതുകൊണ്ടാണ് ഇവിടെ കാണാതിരുന്നത്. ദെൻ ഇവിടെ നമ്മൾ യൂണിറ്റ് വെക്ടേഴ്സ് എഴുതണം. q1 ക്യാപ്പ് ജസ്റ്റ് യൂണിറ്റ് വെക്ടേഴ്സ് മാത്രമല്ല, അതിന്റെ കൂടെ മെട്രിക് ടേമും വേണം. h1 q1 ക്യാപ്പ്, h2 q2 ക്യാപ്പ്, h3 q3 ക്യാപ്പ്. ഡോ ബൈ ഡോ q1, ഡോ ബൈ ഡോ q2, ഡോ ബൈ ഡോ q3. Then elements a1 a2 h1 a1, h1 a1, h2 a2, h3 a3. ഇതാണ് ഇൻ ജനറലൈസ്ഡ് കോർഡിനേറ്റ് സിസ്റ്റം കേളിന്റെ ഫോം. മിലിൻ ഒന്ന് മൈക്കോണല്ലേ മിലിൻ. രണ്ട് വെക്ടർ തമ്മിൽ ക്രോസ് പ്രൊഡക്റ്റ് എടുക്കാൻ അറിയില്ലേ? ജസ്റ്റ് ആരും എഴുതണ്ട, മിലിൻ ഒന്ന് പറയണേ. ആരും എഴുതണ്ട കേട്ടോ, ഞാൻ ജസ്റ്റ് ഈ ക്രോസ് പ്രൊഡക്റ്റ് എടുക്കാൻ അറിയുമോ നോക്കുന്നതാണ്. വെക്ടർ എ ഈക്വൽ ടു എ എക്സ് ഐ ക്യാപ്പ് പ്ലസ് ബി വൈ എ വൈ ജെ ക്യാപ്പ് പ്ലസ് എ ഇസഡ് കെ ക്യാപ്പ്. അത് വേണ്ട, a1 i ക്യാപ്പ് പ്ലസ് a2 j ക്യാപ്പ് പ്ലസ് a3 k ക്യാപ്പ്. വെക്ടർ ബി എന്ന് പറയുന്നത് b1 i ക്യാപ്പ് പ്ലസ് b2 j ക്യാപ്പ് പ്ലസ് b3 k ക്യാപ്പ്. ഇതിനെ എനിക്ക് ക്രോസ് പ്രൊഡക്റ്റ് എടുക്കണം, എ ക്രോസ് ബി കണ്ടുപിടിക്കണം. എങ്ങനെയാ ചെയ്യുക മിലിൻ പറയണേ. ഇത് എഴുതണ്ട കേട്ടോ ആരും, ഞാൻ ചോദ്യം ചോദിച്ചിട്ടുണ്ടാവും. ഡിറ്റർമിനന്റ് കാണുന്നല്ലേ സർ? ഡിറ്റർമിനന്റ് ഐ ക്യാപ്പ് ജെ ക്യാപ്പ് കെ ക്യാപ്പ് a1 a2 a3 b1 b2 b3. ഓക്കെ, എന്നിട്ട് ഐ ക്യാപ്പ് ഇൻറ്റു a2 b2 മൈനസ് b2 a3. a2 b2 മൈനസ് a2 a3. ബാക്കി ജെ ക്യാപ്പ് മൈനസ് ജെ ക്യാപ്പ് ഇൻറ്റു a1 b2 മൈനസ് b1 a3 പ്ലസ് k ക്യാപ്പ് ഇൻറ്റു a1 b2 മൈനസ് b1 a2. ഓക്കെ ഓക്കെ. അത് b2 a3 ആണ്. a1 b2 എവിടെ? മൈനസ് അതെ, ജെ ക്യാപ്പിന്റെ അവിടെ a1 b2 മൈനസ് a1 b3 സോറി ഇത് b3 സോറി a1 b3 മൈനസ് b1 a3. ഓക്കെ ഓക്കെ. അല്ല, ഞാൻ ജസ്റ്റ് അറിയാവുന്ന നോക്കിയത്, അത്രേ ഉള്ളൂ. ഇതൊന്നും ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പം നമ്മളുടെ കേൾ ഇൻ ജനറലൈസ്ഡ് കോർഡിനേറ്റ് സിസ്റ്റം നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഒരു ബോക്സിൽ വേണമെങ്കിൽ ഇട്ടോ. ഡെൽ ക്രോസ് എ ഈക്വൽ ടു 1/h1 h2 h3. ദെൻ ഡിറ്റർമിനന്റ്, ഇത് ഡിറ്റർമിനന്റ് ആണ്, മെട്രിക്സ് അല്ല, ഡിറ്റർമിനന്റ് ആണ്. h1 q1 ക്യാപ്പ്, h2 q2 ക്യാപ്പ്, h3 q3 ക്യാപ്പ്. ഡോ ബൈ ഡോ q1, ഡോ ബൈ ഡോ q2, ഡോ ബൈ ഡോ q3. തേർഡ് റോ h1 a1 h2 a2 h3 a3. ഡിറ്റർമിനന്റ് ആണ്, മെട്രിക്സ് ഫോം അല്ല. ഡിറ്റർമിനന്റ് 1/h1 h2 h3. ദെൻ ഡിറ്റർമിനന്റ് അതിന്റെ അകത്തുള്ള സാധനങ്ങൾ. അപ്പൊ നമ്മള് ഇവിടെ ഓർത്തിരിക്കേണ്ടത് യൂണിറ്റ് വെക്ടറിന്റെ കൂടെ മെട്രിക് ടേം വരും, ഇതിന്റെ കൂടെയും മെട്രിക് ടേം വരും, കമ്പോണന്റിന്റെ കൂടെയും മെട്രിക് ടേം വരും. h1 a1 h2 a2 h3 a3. ഓക്കെ. ദെൻ മിലിൻ കാർട്ടീഷ്യൻ സിസ്റ്റം ഡെൽ ക്രോസ് എ എന്ന് പറയണം. കാർട്ടീഷ്യൻ സിസ്റ്റത്തിൽ ഡെൽ ക്രോസ് എ. ഇത് അറിയാവുന്നവര് 3 എഴുതിക്കോട്ടോ. കാർട്ടീഷ്യൻ, സ്പെരിക്കൽ പോളാർ, സിലിണ്ടറിക്കൽ.
കാർട്ടീഷ്യനിലെ ഒന്ന് പറഞ്ഞെങ്കിൽ H1 H2 H3 എന്താ കാർട്ടീഷ്യനില്? ഇപ്പൊ എന്ത് കിട്ടും? ഡിറ്റർമിനന്റ് n/1 ഡിറ്റർമിനന്റ് 1 into q1. കാർട്ടീഷ്യനിൽ യൂണിറ്റ് വെക്ടേഴ്സ് ഏതൊക്കെയാ? x y I j k. ഐ ക്യാപ്. നമുക്ക് മുകളിൽ വരേണ്ടത് H1 Q1 ക്യാപ്പ്. Q1 ക്യാപ്പ് എന്ന് പറഞ്ഞ യൂണിറ്റ് വെക്ടർ അല്ലേ? H2 Q2 ക്യാപ്പ്, H3 Q3 ക്യാപ്പ് അല്ലേ? H1 H2 H3 1 ആണ്. അപ്പൊ അത് ഇടേണ്ട ആവശ്യമില്ല. Q1 ക്യാപ്പ് എന്ന് പറയുന്നത് I1 ക്യാപ്പ്, Q2 ക്യാപ്പ് എന്ന് പറയുന്നത് J ക്യാപ്പ്, Q3 ക്യാപ്പ് എന്ന് പറയുന്നത് K ക്യാപ്പ്. Then ഡോ ബൈ ഡോ Q1, ഡോ ബൈ ഡോ Q2, ഡോ ബൈ ഡോ Q3. Then corresponding ഡോ ബൈ ഡോ ഡോ ബൈ ഡോ ഡോ x ഡോ എക്സ് പറഞ്ഞോ, തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല. ഡോ ബൈ ഡോ y ഡോ ബൈ ഡോ z. Then component ax ആണ് സർ. അത് ഇവിടെ ഡിഫൈൻ ചെയ്തില്ല. എക്സിന്റെ കമ്പോണന്റ്. അപ്പൊ എക്സ് ഞാൻ വിളിച്ചു. എക്സ് എ വൈ എ സെഡ്. ഓക്കെ. ദെൻ സ്പെരിക്കൽ പോളാർ എന്ന് പറ. സ്പെരിക്കൽ പോളാറില് ആർ ക്യാപ്പ് 1/r² sin തീറ്റ. ആർ ക്യാപ്പ് തീറ്റ ക്യാപ്പ് ഫൈ ക്യാപ്പ്. ഒന്നുകൂടെ നോക്കിയേ. ആർ ക്യാപ്പ് തീറ്റ ക്യാപ്പ്. നമുക്ക് യൂണിറ്റ് വെക്ടേഴ്സ് ആണ് അവിടെ ഇടണ്ടേ. H1 Q1 ക്യാപ്പ്, H2 Q2 ക്യാപ്പ്, H3 Q3 ആർ തീറ്റ ക്യാപ്പ്, ആർ സൈൻ തീറ്റ ഫൈ ക്യാപ്പ്. ഡോ ബൈ ഡോ ആർ, ഡോ ബൈ ഡോ തീറ്റ, ഡോ ബൈ ഡോ ഫൈ. പിന്നെ എ ആർ എ തീറ്റ. ഒന്നുകൂടെ നോക്കിയേ. അത് H1 ഉണ്ട്. എ ആർ പിന്നെ ആർ എ തീറ്റ, ആർ സൈൻ തീറ്റ എ ഫൈ. ഓക്കെ. സിലിണ്ടറിക്കൽ വേഗം പറ. 1/ρ അല്ലെങ്കിൽ ആർ ക്യാപ്പ് ഫൈ ക്യാപ്പ്, റോ ഫൈ ക്യാപ്പ് അല്ലേ. പിന്നെ സെഡ് ക്യാപ്പ്. ഡോ ബൈ ഡോ ആർ, ഡോ ബൈ ഡോ ഫൈ, ഡോ ബൈ ഡോ സെഡ്. എ ആർ എ ഫൈ എ സെഡ്. ഓക്കെ. ഒരു പ്രോബ്ലം തന്നാൽ ചെയ്യോ? ഓക്കെ. അപ്പം കേള് നമ്മൾ 3 കോർഡിനേറ്റ് സിസ്റ്റത്തിലും കേള് കണ്ടു. നിങ്ങൾ ആ ജനറൽ ഫോം പഠിച്ചു വെച്ചാൽ മതി. 1/H1 H2 H3 ഡിറ്റർമിനന്റ് H1 Q1 ക്യാപ്പ്, H2 Q2 ക്യാപ്പ്, H3 Q3 ക്യാപ്പ്, ഡോ ബൈ ഡോ Q1, ഡോ ബൈ ഡോ Q2, ഡോ ബൈ ഡോ Q3. പിന്നെ അടിയിൽ H1 A1 H2 A2 H3 A3. ഇതൊന്നും അറിയാതെ നമ്മൾ മുന്നോട്ട് പോവില്ല കേട്ടോ ഒട്ടും. ED നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല ഡെൽ ഓപ്പറേറ്റേഴ്സ് അറിയാതെ. ഓക്കെ. ഓക്കെ. ദെൻ ഡെൽ ക്രോസ് എ 0 ആണെങ്കിൽ ഇഫ് കേൾ ഓഫ് എ വെക്ടർ, ഇഫ് കേൾ ഓഫ് എ വെക്ടർ ഫീൽഡ്, if curl of a vector field is 0 എന്ന് പറഞ്ഞാൽ എന്താ മുഫീദാർത്ഥം? അതായത് ആ വെക്ടർ ഫീൽഡ് അല്ലെങ്കിൽ ആ ഫീൽഡ് കേള് ചെയ്യില്ല. കേള് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ബെൻഡ് ചെയ്യില്ല. ദാറ്റ് ഈസ് ഇറൊട്ടേഷണൽ. ഇറൊട്ടേഷണൽ. ഓക്കെ. ദെൻ നമുക്ക് പ്രോബ്ലം ചെയ്യാം.
ഫൈൻഡ് ദ കേൾ. ഫൈൻഡ് ദ കേൾ ഇതാണ് ചോദ്യം. ഫൈൻഡ് ദ കേൾ. വെക്ടർ എ ഈക്വൽ ടു r sin phi, rho sin phi, r അല്ല rho sin phi rho cap plus rho square z phi cap plus z cos phi z cap. ഫൈൻഡ് ദ കേൾ. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ഇതും തന്നിട്ടുണ്ട്. ദെൻ ഞാൻ ഓപ്ഷൻസ് തരാം. അല്ല, ഓപ്ഷൻസ് തരുന്നില്ല, നിങ്ങൾ ചെയ്തോ. ഓപ്ഷൻസ് ചെയ്തോ. നമ്മള് കേള് 0 ആണെങ്കിൽ ഇറൊട്ടേഷണൽ മാത്രമല്ല കൺസർവേറ്റീവ് എന്നും കൂടെ വിളിക്കൂ കേട്ടോ. കൺസർവേറ്റീവ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫീൽഡ് ഈസ് കൺസർവേറ്റീവ് എന്ന് ചോദിച്ച് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ തന്നിരിക്കുന്ന ഓപ്ഷൻസിലെ എല്ലാ ഓപ്ഷൻസും എടുത്ത് കേള് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, ഇത് ചെയ്യാം. ആർക്കെങ്കിലും ആൻസർ ഇട്ടിട്ടുണ്ടെങ്കിൽ പറയാം കേട്ടോ. ആൻസർ
ആൻസർ കിട്ടുക മൈനസ് ഇസഡ് സൈൻ ഫൈവ് മൈനസ് റോ ക്യൂബ് റോ ക്യാപ്പ് പ്ലസ് ഇസഡ് ക്യാപ്പ് 1/ρ 3 റോ സ്ക്വയർ ഇസഡ് മൈനസ് റോ കോസ് ഫൈവ്. ഓക്കെ, നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ആക്ച്വലി ഇത് നിങ്ങൾ കുറച്ച് ആലോചിച്ച് ചെയ്യണം. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. കേള് കണ്ടുപിടിക്കാവുന്നതല്ല കേട്ടോ, യൂണിറ്റ് വെക്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ടാണ്, കോർഡിനേറ്റ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടതാണ് ചോദ്യം. ഇൻ സ്പെരിക്കൽ പോളാർ കോർഡിനേറ്റ്സ് r theta comma phi in spherical polar coordinates r theta comma phi, the unit vector theta cap at 10 pi by 4 pi by 2 10 pi by 4 pi by 2 is പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒരു ചോദ്യമാണ്. ഓപ്ഷൻ എ കെ ക്യാപ്പ്, ഓപ്ഷൻ ബി 1/√2 ജെ ക്യാപ്പ് പ്ലസ് കെ ക്യാപ്പ്, ഓപ്ഷൻ സി 1/√2 മൈനസ് ജെ ക്യാപ്പ് പ്ലസ് കെ ക്യാപ്പ്, ഓപ്ഷൻ ഡി 1/√2 ജെ ക്യാപ്പ് മൈനസ് കെ ക്യാപ്പ്. ഇതാണ് ചോദ്യം. ചോദ്യം മനസ്സിലാകാത്തവർ ഒന്നുകൂടെ വായിച്ചു നോക്കുക. അജയ് മൈക്കൊന്ന് ഓണാക്കിയേ. ഇതെങ്ങനെയാ ചെയ്യുക? കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ടല്ലോ 10 5/4 യൂണിറ്റ് വെക്ടേഴ്സ് ഉണ്ട്. അവിടെ നമുക്കൊരു വെക്ടർ ക്രിയേറ്റ് ചെയ്യാം. വെക്ടർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യും? കമ്പോണൻസ് അല്ലേ 10 5/4 ആറിന്റെ ആകുമ്പോൾ ആർ ക്യാപ്പിന്റെ കമ്പോണൻസ് 10. മനസ്സിലായല്ലോ ഒന്നുകൂടെ പറഞ്ഞേ. ആർ ക്യാപ്പിന്റെ കമ്പോണന്റ് 10 ആയിട്ട് എടുത്തൂടെ? 10 ആർ ക്യാപ് പ്ലസ് 5/4 എന്നൊരു വെക്ടർ ഫോം ചെയ്യാൻ പറ്റിയോ? അങ്ങനെ എടുക്കണേ. അല്ല, ഇത് ആംഗിൾ ആണ്, തീറ്റ ആംഗിൾ ഫൈ ആംഗിൾ, ആർ തീറ്റ ഫൈ. അജയ് ഉദ്ദേശിച്ചതല്ലേ 10 ആർ ക്യാപ്പ് 5/4 തീറ്റ ക്യാപ്പ് 5/2 ഫൈ ക്യാപ്പ്. ഇങ്ങനെ സാധനമില്ല, ഇത് തെറ്റാ. ഒന്നുകൂടെ ആലോചിക്കുക. അല്ല, അതല്ല, എനിക്ക് ചോദ്യത്തിൽ അവരെന്താ ചോദിച്ചേക്കണേ അജയ്? ചോദ്യം എന്താ? ആ കോർഡിനേറ്റിലെ യൂണിറ്റ് വെക്ടർ തീറ്റ ക്യാപ്പ്, യൂണിറ്റ് വെക്ടർ തീറ്റ ക്യാപ്പ്. അതായത് തീറ്റ ക്യാപ്പ് ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഓക്കെ. തീറ്റ ക്യാപ്പ് എങ്ങനെ കണ്ടെത്തും? ഓപ്ഷൻ നോക്കിയിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ?
അതായത് ഇത് കഴിഞ്ഞ ദിവസം ചെയ്തൊരു പ്രോബ്ലം പോലെ തന്നെയാണ്. നമുക്ക് യൂണിറ്റ് വെക്ടർ തമ്മിലുള്ള റിലേഷൻ എഴുതിക്കൂടെ? എഴുതാൻ പറ്റുമോ? യൂണിറ്റ് വെക്ടേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും റിലേഷൻ എഴുതാൻ പറ്റുമോ? ഒരു എക്സാമ്പിൾ പറയാം. എക്സാമ്പിൾ ഇപ്പം എന്താ പറയുക? ആ അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ യൂണിറ്റ് വെക്ടേഴ്സ് തമ്മിലുള്ള റിലേഷൻ എഴുതിയതാണ്. ഒരു എക്സാമ്പിൾ ഞാൻ തരാം. 2 ഡയമെൻഷൻ. നമുക്ക് 2 ഡയമെൻഷൻ XY ഉണ്ട്, ദെൻ പോളാർ കോർഡിനേറ്റ്സ് ഉണ്ട്, r, θ. ഇതിൽ യൂണിറ്റ് വെക്ടർ ആർ ക്യാപ്പ് എന്ന് പറയുന്നത് ഈ സാധനമാണല്ലോ. യൂണിറ്റ് വെക്ടർ ആർ ക്യാപ്പിനെ നമുക്ക് എക്സ് ക്യാപ്പിന്റെയും വൈ ക്യാപ്പിന്റെയും കമ്പോണന്റ് ആയിട്ട് എഴുതിക്കൂടെ? ആർ ക്യാപ്പ് കോസ് തീറ്റ ഐ ക്യാപ്പ് പ്ലസ് ആർ ക്യാപ്പ്, ഇവിടെ മോഡുലസ് ആണ്, ആർ ക്യാപ്പ് സൈൻ തീറ്റ ജെ ക്യാപ്പ് എന്ന് എഴുതിക്കൂടെ ഇതിനെ? നമ്മളൊരു സാധാ ഒരു വെക്ടർ ആർ എന്ന് പറയുന്ന ഒരു വെക്ടർ, ഇത് ആംഗിൾ തീറ്റ ആണെങ്കിൽ നമുക്ക് വെക്ടർ ആറിനെ എങ്ങനെ എഴുതാം? മോഡുലസ് ഓഫ് വെക്ടർ ആർ കോസ് തീറ്റ എക്സ് ക്യാപ്പ് പ്ലസ് മോഡുലസ് ഓഫ് വെക്ടർ ആർ സൈൻ തീറ്റ ജെ ക്യാപ്പ്. ഇങ്ങനെ എഴുതിക്കൂടെ? നമുക്കൊരു വെക്ടറിന് ഇങ്ങനെ റിസോൾവ് ചെയ്തുകൂടെ അജയ്? അങ്ങനെ ചെയ്യാലോ. അപ്പൊ അതേപോലെ തന്നെ ഒരു യൂണിറ്റ് വെക്ടറിനെ നമുക്ക് ഇങ്ങനെ കമ്പോണന്റ് ആക്കി എഴുതാം. ആ എഴുതുന്നതിനാണ് യൂണിറ്റ് വെക്ടേഴ്സ് അല്ലെങ്കിൽ കോർഡിനേറ്റ് സിസ്റ്റം തമ്മിലുള്ള റിലേഷൻ പറയുന്നത്. അല്ല ഇനിയിപ്പോ എന്താ ഐഡിയ കിട്ടിയ ഐഡിയ എന്താന്ന് പറ. തീറ്റ ക്യാപ്പിന്റെ കറസ്പോണ്ടിങ് കാർട്ടീഷ്യൻ ആ റിലേഷൻ എഴുതിയാൽ മതി. ദെൻ ആ റിലേഷൻ എഴുതുമ്പോൾ അതിൽ 6 വരാം, തീറ്റ വരാം, 5 വരാം. അതിന് കറസ്പോണ്ടിങ് ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, മൈക്ക് ഓഫ് ആക്കി എന്നിട്ട് ചെയ്തോ. മുഹ്സിന കെ പി. മുഹ്സിന, നമുക്ക് എനിക്ക് യൂണിറ്റ് വെക്ടർ തീറ്റ ക്യാപ്പ് കാണാം. എങ്ങനെ കണ്ടെത്തും? അറിയാവുന്നവർ ചെയ്യട്ടോ, എന്നെ നോക്കി നിൽക്കരുത്. അറിയാവുന്നവർ ചെയ്യണം. നിങ്ങൾക്ക് അറിയാവുന്ന എന്തെങ്കിലുമൊക്കെ സ്റ്റെപ്പ് ചെയ്യും. വെറുതെ ഇരിക്കണ്ട, ഒരു ക്വസ്റ്റ്യൻ കിട്ടിയതല്ലേ, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അല്ല, നമ്മൾ കഴിഞ്ഞ ദിവസം യൂണിറ്റ് വെക്ടർ തമ്മിലുള്ള റിലേഷൻ എഴുതിയതാണ്, ഒരു പ്രോബ്ലം ചെയ്തതാണ്, ഒരു സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിന്റെ. ഓഫ് കോഴ്സ് ഒരു അതെ, ആ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിന്റെ പ്രോബ്ലം എഴുതിയപ്പോൾ നമ്മൾ ഐ ക്യാപ്പ് ഒന്ന് ജസ്റ്റ് മറിച്ച് നോക്കിയാൽ മതി. ഏറ്റവും ലാസ്റ്റ് ചെയ്ത പ്രോബ്ലം ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഐ ക്യാപ്പിനെയും ജെ ക്യാപ്പിനെയും നമ്മൾ ആ 2 യൂണിറ്റ് വെക്ടറിനെ നമ്മൾ കൺവേർട്ട് ചെയ്തതാണ് അവിടെ. റബീഹ, സമീഹ, റോസീന, കട്ടായി പോയോ? ഉണ്ടല്ലോ അല്ലേ? റോസീന വയ്ക്കുന്നോണേക്ക്. ഓക്കെ ഓക്കെ, പറഞ്ഞോ. കേൾക്കുന്നില്ല. അറിയില്ല. അല്ല, കഴിഞ്ഞ ദിവസം
കഴിഞ്ഞ ദിവസത്തെ ലാസ്റ്റ് പ്രോബ്ലം എടുത്തേ, ആ പ്രോബ്ലം ഒന്ന് മറിച്ച് നോക്കി. അവിടെ യൂണിറ്റ് വെക്ടേഴ്സിനെ ഇതാക്കിയത്, ആ പ്രോബ്ലം എടുത്തേ. ഏത് പ്രോബ്ലം എന്ന് മനസ്സിലായില്ലേ? ദ വെക്ടർ ഫീൽഡ് എക്സ് ഇസഡ് ഐ ക്യാപ്പ് വൈ ജെ ക്യാപ്പ്. കഴിഞ്ഞ ദിവസം ലാസ്റ്റ് ആ പ്രോബ്ലം എടുത്തോ? ആ പ്രോബ്ലത്തിൽ ഐ ക്യാപ്പിനെ നമ്മള് ആർ ക്യാപ്പിന്റെയും ഫൈ ക്യാപ്പിന്റെയും ടേംസിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ടോ? ഐ ക്യാപ്പ് കോസ് ഫൈ വൈ ക്യാപ്പ് സൈൻ ഫൈ ഫൈ ക്യാപ്പ് ആണ്. അത് എങ്ങനെ വന്നു? അത് അവിടെ നമ്മൾ എങ്ങനെ എഴുതിയത്? അതാണ് എന്റെ ചോദ്യം. മോഡുലസ് ഓഫ് തീറ്റ ക്യാപ്പ്. അവിടെ ഫിഗറും എല്ലാം വരച്ചിട്ടുണ്ടോ? അതോ വെറുതെ എഴുതിയിട്ടേ ഉള്ളോ? ഫിഗർ വരച്ചിട്ടുണ്ട്. ഓക്കെ, മൈക്ക് ഓഫ് ആക്കിയോ. ഈ പ്രോബ്ലത്തിന്റെ ആൻസർ ആർക്കെങ്കിലും പറഞ്ഞു തരാൻ പറ്റുമോ? ഒരു യൂണിറ്റ് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് തീറ്റ ക്യാപ്പിനെ എക്സ് ക്യാപ്പ് വൈ ക്യാപ്പ് ജെ ക്യാപ്പിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് കാർട്ടീഷ്യൻ സിസ്റ്റത്തിലാണ്. അതായത് തീറ്റ ക്യാപ്പിനെ നമ്മൾ കാർട്ടീഷ്യൻ സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യണം. ആരെങ്കിലും സാറേ പറഞ്ഞോ. ആർ ക്യാപ്പ് എന്നുള്ളത് ആർ ക്യാപ്പിനെ സ്പെരിക്കലിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് കോസ് തീറ്റ എക്സ് ക്യാപ്പ് പ്ലസ് സൈൻ തീറ്റ വൈ ക്യാപ്പും, പിന്നെ തീറ്റ ക്യാപ്പ് എന്നുള്ളത് മൈനസ് കോസ് തീറ്റ ജെ ക്യാപ്പ് പ്ലസ് സൈൻ തീറ്റ ഐ ക്യാപ്പ് കിട്ടുന്നുണ്ട്. ശരിയാണോ? ഒരു മിനിറ്റ് ജസ്റ്റ് ഒരു മിനിറ്റ്. ആർ ക്യാപ്പിനെ കാർട്ടീഷ്യനിലേക്ക് കൺവേർട്ട് ചെയ്തു. ആർ ക്യാപ്പ് ഈക്വൽ ടു പറഞ്ഞോ. ആർ ക്യാപ്പ് ഈക്വൽ ടു കോസ് തീറ്റ ഐ ക്യാപ്പ് പറഞ്ഞോ, അറിയില്ല, പറഞ്ഞോ. പ്ലസ് സൈൻ തീറ്റ വൈ ക്യാപ്പ്. ഇസഡ് ക്യാപ്പിൽ കമ്പൗണ്ട് ഒന്നുമില്ലേ? ഇസഡ് ക്യാപ്പിന്റെ സെയിം തന്നെ രണ്ടും. കെ ക്യാപ്പ് രണ്ടും സെയിം ആവൂലേ? കെ ക്യാപ്പും നമ്മള് സ്പെരിക്കൽ പോളാറിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്. ആർ ക്യാപ്പ് തീറ്റ ക്യാപ്പ് ഫൈ ക്യാപ്പ് ആണ് നമ്മളുടെ റിലേഷൻ. മുലാഫർ മൈക്ക് ഓഫ് ആക്കണ്ട, നമുക്ക് നോക്കാം. സ്പെരിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം എങ്ങനെയിരിക്കുന്നത്? എക്സ് വൈ ഇസഡ്. ആർ എന്ന് പറയുന്നത് നമ്മളുടെ പോയിന്റിലേക്കുള്ള ദൂരം. തീറ്റ എന്താ? തീറ്റ ആംഗിൾ ബിറ്റ്വീൻ ആറിന്റെയും വൈന്റെയും ഇടയിലുള്ള ആംഗിൾ. ഒന്നുകൂടെ നോക്കിയേ. ഓക്കെ, മൈക്ക് ഓഫ് ആയിക്കോ. ഞാൻ പറയാം. അതെ, നമുക്ക് ഇവിടെ സംഭവം എന്താണെന്ന് മനസ്സിലായല്ലോ. തീറ്റ ക്യാപ്പിനെ നമ്മൾ എക്സ് വൈ സെഡ് കോർഡിനേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. തീറ്റ ക്യാപ്പിനെ ഞാനിവിടെ ആർ ക്യാപ്പിനെ കൺവേർട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം. ആർ ക്യാപ്പിനെ കൺവേർട്ട് ചെയ്യേണ്ടത് കാണിച്ചു തരാം. ആർ ക്യാപ്പിനെ ശരിക്കും നമുക്ക് ഈ പ്രോബ്ലത്തിൽ ചെയ്യണ്ട, ബട്ട് ഞാൻ ആർ ക്യാപ്പിനെ കാണിച്ചു തരാം. നിങ്ങൾ തീറ്റ ക്യാപ്പ് ചെയ്യണം. ഓക്കെ, നമ്മൾ സ്പെരിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം ആണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സ്പെരിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിനെ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാ? ഒരു പോയിന്റിലേക്കുള്ള ദൂരമാണ് ആർ. ദെൻ ആർ ക്യാപ്പ് എന്ന് പറയുന്നത് ഈ ദൂരമാണ്, ഈ ഡയറക്ഷൻ ആണ് ആർ ക്യാപ്പ്. ആർ ക്യാപ്പ് എന്ന് പറയുന്നത് യൂണിറ്റ് വെക്ടർ അല്ലേ, ഡയറക്ഷൻ. ദെൻ തീറ്റ എന്ന് പറയുന്നത് ഇസഡ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ്. തീറ്റ എന്ന് പറയുന്നത് ഇസഡ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ്. ദെൻ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് പറഞ്ഞൂടെ, ആറിന്റെ ഇസഡ് കമ്പോണന്റ് എന്താ? ആർ കോസ് തീറ്റ. പറഞ്ഞൂടെ? ഓക്കെ, ദെൻ പിന്നീട് നമ്മൾ ഫൈ ക്യാപ്പ് എന്താ? ഫൈ ക്യാപ്പ് അല്ല, ഫൈ എന്ന് പറയുന്നത് എന്താ? നമ്മൾ നമ്മളുടെ വെക്ടറിനെ എക്സ് വൈ പ്ലെയിനിലേക്ക് പ്രൊജക്ട് ചെയ്യിപ്പിക്കും. ചെയ്യിക്കുമ്പോൾ ഇത് കോസ് കമ്പോണന്റ് ആണെങ്കിൽ ഈ പ്രൊജക്ട് ചെയ്തിരിക്കുന്ന കമ്പോണന്റ് സൈൻ കമ്പോണന്റ് ആയിരിക്കും, ആർ സൈൻ തീറ്റ.
ഈ ആർ സൈൻ തീറ്റ എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് ഫൈ. ദെൻ നമ്മളുടെ ആറിന്റെ എക്സ് കമ്പോണന്റ് എന്ന് പറയുന്നത് ആർ സൈൻ തീറ്റയുടെ കോസ് ഫൈ കമ്പോണന്റ് ആണ്. ആർ സൈൻ തീറ്റയുടെ കോസ് ഫൈ കമ്പോണന്റ്. ആർ എക്സ് ആർ വൈ എന്ന് പറയുന്നതോ ആറിന്റെ വൈ കമ്പോണന്റ് ആർ സൈൻ തീറ്റയുടെ സൈൻ ഫൈ കമ്പോണന്റ് ആണ്. ഇത് മൂന്നും മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയുക. ഞാൻ വെക്ടർ ആറിനെ റിസോൾവ് ചെയ്തതാണിത്. വെക്ടർ ആറ് ഇസഡ് കമ്പോണന്റ് എന്ന് പറയുന്നത് ഇസഡ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ. ദെൻ ഇസഡ് കമ്പോണന്റ് എന്ന് പറയുന്നത് കോസ് കമ്പോണന്റ് ആണ്, ആർ കോസ് തീറ്റ. ദെൻ അതിന്റെ പ്രൊജക്ഷൻ എക്സ് വൈ പ്ലെയിനിൽ അതുമായിട്ട് എക്സ് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് ഫൈ. പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ആർ സൈൻ തീറ്റ ആണ്. ഈ പ്രൊജക്ഷൻ ആർ സൈൻ തീറ്റ വന്നത് എങ്ങനെയാണെന്ന് അറിയാലോ. ഇത് ഇസഡ് ആക്സിസ്, ഇത് എക്സ് വൈ പ്ലെയിൻ, ആർ ഇസഡ് ആക്സിസിൽ തീറ്റ, ദെൻ ഇസഡ് കമ്പോണന്റ് എന്ന് പറയുന്നത് ആർ കോസ് തീറ്റ, എക്സ് വൈ പ്ലെയിനിലെ കമ്പോണന്റ് എന്ന് പറയുന്നത് ആർ സൈൻ തീറ്റ. അങ്ങനെയാണ് ഇവിടെ ആർ സൈൻ തീറ്റ വന്നത്. ദെൻ അതിന്റെ എക്സ് കമ്പോണന്റ് എന്ന് പറയുന്നത് ആർ സൈൻ തീറ്റയുടെ എക്സ് കമ്പോണന്റ് എന്ന് പറയുന്നതാണ് ഇത്. ആർ എക്സ് എന്ന് പറയുന്നത് ആർ സൈൻ തീറ്റ കോസ് ഫൈ. ആർ സൈൻ തീറ്റയുടെ വൈ കമ്പോണന്റ് എന്ന് പറയുന്നത് സൈൻ ഫൈ ആണ്. ദെൻ ആർ സൈൻ തീറ്റ സൈൻ ഫൈ. ദെൻ ഇവിടെ നമ്മൾ വെക്ടർ ആറിന് പകരം യൂണിറ്റ് വെക്ടർ ആർ ക്യാപ്പ് കൊടുത്താൽ നമ്മളുടെ യൂണിറ്റ് വെക്ടർ ആർ ക്യാപ്പിന്റെ റിലേഷനായി. ഇതൊക്കെ ഈ ആർ കോസ് തീറ്റ, ഈ ആറൊക്കെ ഈ കോഎഫിഷ്യന്റ് ആയിട്ട് കിടക്കുന്ന ആറൊക്കെ മോഡുലസ് ആണ്. മോഡുലസ് ആണ്. ദെൻ ആർ ക്യാപ്പ് എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് ആർ ക്യാപ്പ് കോസ് തീറ്റ ഐ ക്യാപ്പ് പ്ലസ് മോഡുലസ് ഓഫ് ആർ ക്യാപ്പ് സൈൻ തീറ്റ കോസ് ഫൈ ജെ ക്യാപ്പ് പ്ലസ് മോഡുലസ് ഓഫ് ആർ ക്യാപ്പ് സൈൻ തീറ്റ സൈൻ ഫൈ കെ ക്യാപ്പ്. ഇതൊരു യൂണിറ്റ് വെക്ടർ ആണ്. യൂണിറ്റ് വെക്ടറിന്റെ മോഡുലസ് എന്ന് പറയുന്നത് 1 അല്ലേ. ദെൻ ആർ ക്യാപ്പിനെ നമുക്ക് എഴുതാം കോസ് തീറ്റ ഐ ക്യാപ്പ് പ്ലസ് സൈൻ തീറ്റ കോസ് ഫൈ ജെ ക്യാപ്പ് പ്ലസ് സൈൻ തീറ്റ സൈൻ ഫൈ കെ ക്യാപ്പ്. ഇതാണ് ഞാനൊരു ആർ ക്യാപ്പിനെ കാർട്ടീഷ്യൻ സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്താൽ ഇങ്ങനെ ഇരിക്കും. ഇത് മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയുമെന്ന്. ആർ ക്യാപ്പിനെ കാർട്ടീഷ്യൻ സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്താൽ ഇങ്ങനെ ഇരിക്കും. ആക്ച്വലി ഞാൻ ഈ കാർട്ടീഷ്യൻ സിസ്റ്റം ഇങ്ങനെ പറയാൻ കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇലക്ട്രോഡൈനാമിക്സിൽ ഒരു പ്രോബ്ലം പോലും ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് കോർഡിനേറ്റ് സിസ്റ്റം മനസ്സിലാകാതെ ഇലക്ട്രോഡൈനാമിക്സിൽ. ഓക്കെ, ഇത് മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയും. ദെൻ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായ സ്ഥിതിക്ക് തീറ്റ ക്യാപ്പ് കണ്ടുപിടിക്കണം. തീറ്റ ക്യാപ്പ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ആ റിലേഷൻ കണ്ടെത്തണം. തീറ്റ ക്യാപ്പിന്റെ റിലേഷൻ ചെയ്തോ. ആ റിലേഷൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് തീറ്റ ക്യാപ്പിന്റെ ഡയറക്ഷൻ കണ്ടെത്തണം. തീറ്റ ക്യാപ്പിന്റെ ഡയറക്ഷൻ അതെ, ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യമാണ് കേട്ടോ. ഇങ്ങനത്തെ ചോദ്യങ്ങളായിരിക്കും ചോദിക്കുക. മുഫീദ, ഈ ഫിഗറിൽ തീറ്റ ക്യാപ്പ് ഒന്ന് റെപ്രസെന്റ് ചെയ്യാവോ? ഏത് പോയിന്റില്? ഒരു ആംഗിളിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുക? അതായത് ഒരു എക്സ് വൈ പ്ലെയിൻ, ഒരു വെക്ടർ, ഒരു സംതിങ്, അതുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ, എക്സിൽ നിന്ന് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ. ദെൻ ഇതിന്റെ ഇതെങ്ങനെയാ റെപ്രസെന്റ് ചെയ്യുക? ഈ ആംഗിളിന്റെ ഡയറക്ഷൻ ആ കൂട്ടിമുട്ടുന്ന പോയിന്റിന് ടാൻജന്റ് ആയിരിക്കും. പിന്നെ നമ്മൾ ഓർക്കേണ്ടത് ഇതും ആർ ക്യാപ്പും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കണം.
കൂട്ടിമുട്ടുന്ന പോയിന്റിന് 90 ഡിഗ്രി. ദെൻ ഇവിടെ നമ്മൾ തീറ്റ എന്ന് പറയുന്ന ആംഗിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇസഡ് ആക്സിസിൽ നിന്നാണ്. ദെൻ ഇതാണ് നമ്മളുടെ ആർ ക്യാപ്പ് ഓർ വെക്ടർ ആറുമായിട്ട് കൂട്ടിമുട്ടുന്ന പോയിന്റ്. ഈ പോയിന്റിന് ടാൻജന്റ് ആയിരിക്കണം തീറ്റ ക്യാപ്പ്. ഈ പോയിന്റിന് ടാൻജന്റ് ആയിരിക്കണം തീറ്റ ക്യാപ്പ്. ഈ പോയിന്റിന് ടാൻജന്റ് ആയിരിക്കണം തീറ്റ ക്യാപ്പ്. ദെൻ ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഈ തീറ്റ ക്യാപ്പും ബാക്കിയുള്ള ഡയറക്ഷനും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കണം. ഞാൻ തീറ്റ ക്യാപ്പ് വരച്ചു. ഓക്കെ, നമുക്കതൊന്ന് കുറച്ചും കൂടി ഒരു വൃത്തിക്ക് വരയ്ക്കാം. എക്സ് വൈ ഇസഡ് പ്ലെയിൻ, എക്സ് വൈ ഇസഡ് പ്ലെയിൻ. ശരിക്കും ഈ തീറ്റ ക്യാപ്പ് കിടക്കുന്നത് ഈ ഡയറക്ഷനിലാണ്. ഇതാണ് വെക്ടർ ആറ്. വെക്ടർ ആറുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ. ഈ തീറ്റ ക്യാപ്പ് അതിനെ ഞാൻ ഒറിജിനിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ ഇതാണ് തീറ്റ ക്യാപ്പ്. ഇതാണ് തീറ്റ ക്യാപ്പ്. ഞാൻ വേറൊരു രീതി വരച്ചാലേ, ഇത് എക്സ് വൈ പ്ലെയിൻ ആണെന്ന് വിചാരിക്കുക. എക്സ് വൈ പ്ലെയിൻ, ഇത് എക്സ് വൈ പ്ലെയിൻ ആണെന്ന് വിചാരിക്കുക. ഇതാണല്ലോ ഇസഡ്. ദെൻ ഇസഡ് ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണല്ലോ തീറ്റ. ദെൻ ആ തീറ്റനെ ഞാൻ ഇങ്ങോട്ട് വരച്ചാൽ എക്സ് വൈ പ്ലെയിനുമായിട്ട് ഈ ആംഗിൾ എത്രയായിരിക്കും? ഇത് തീറ്റ ആയിരിക്കും, ആയിരിക്കില്ലേ? ഇത് ആർ ക്യാപ്പ് ആയിരിക്കും. ഇതെന്ന് പറയുന്നത് 90 മൈനസ് തീറ്റ ആയിരിക്കും. ആർ ക്യാപ്പും തീറ്റ ക്യാപ്പും തമ്മിലുള്ള ആംഗിൾ 90 ആയിരിക്കണം. അപ്പൊ ഇതെന്ന് പറയുന്നത് 90 മൈനസ് തീറ്റ ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു തീറ്റ. ഞാൻ ഈ വരച്ചേക്കുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അജയ് വായിക്കുന്നാണെങ്കിൽ അജയ്, ഈ വരച്ചേക്കുന്നൊക്കെ മനസ്സിലാകുന്നുണ്ടോ? തീറ്റ ക്യാപ്പിന്റെ ഡയറക്ഷൻ ഒക്കെ അല്ല ഇത് മനസ്സിലായി. ഞാനേ തീറ്റ ക്യാപ്പ് ഫൈ ക്യാപ്പിന്റെ ആർ ക്യാപ്പിന്റെ കേർലായിട്ട് എടുത്തായിരുന്നു. ഓ, അങ്ങനെ എടുക്കാം. പക്ഷെ അപ്പൊ ഫൈ ക്യാപ്പിന്റെ ഡയറക്ഷൻ അറിയണ്ടേ? ഫൈ ക്യാപ്പിനെ കുറിച്ച് അറിയണ്ടേ? ഫൈ ക്യാപ്പ് നമുക്ക് കോസ് തീറ്റ കോസ് ഫൈ ഇൻടു ഫൈ ക്യാപ്പ് ആണ്. ഫൈ ക്യാപ്പ് ആൻസർ ഡി ആണ് വരുന്നത്. അതെനിക്ക് ചെക്ക് ചെയ്യണം, ഞാൻ പറയാം. തീറ്റ ക്യാപ്പ് ഈക്വൽ ടു ആർ ക്യാപ്പ് ക്രോസ് ഫൈ ക്യാപ്പ്. ഓക്കെ, ഫൈ ക്യാപ്പിന്റെ ഡയറക്ഷൻ ഇതാ. ഇത് എക്സ്, ഇത് വൈ. ഫൈ ക്യാപ്പിന്റെ ഡയറക്ഷൻ ഇത്. ഇത് തീറ്റ, ഇത് തീറ്റ. ദെൻ ഫൈ ക്യാപ്പ് എന്ന് പറയുന്നത് കോസ് തീറ്റ വൈ ക്യാപ്പ് മൈനസ് സൈൻ തീറ്റ എക്സ് ക്യാപ്പ് എന്നാണ് കിട്ടിയേ. ഓക്കെ, അങ്ങനെ ചെയ്യാം കേട്ടോ, അങ്ങനെ ചെയ്യാം. എന്നിട്ട് ഓക്കെ, കുഴപ്പമില്ല. ഓപ്ഷൻ ബി ആണെന്ന് എനിക്ക് ചെക്ക് ചെയ്യണം, ഞാൻ പറയാം. ഇപ്പൊ പറഞ്ഞ മെത്തേഡ് ഏതാണെന്ന് അറിയോ? അതും പാടുണ്ട്. അതെന്ന് പറഞ്ഞാൽ ആദ്യം ആർ ക്യാപ്പ് കണ്ടെത്തണം, നമ്മൾ കുറച്ച് മുമ്പ് കണ്ടെത്തിയ റിലേഷൻ. ദെൻ ഫൈ ക്യാപ്പ് കണ്ടെത്തണം, ഇതേപോലെ ഫൈ ക്യാപ്പിന്റെ റിലേഷൻ എഴുതണം. ദെൻ തീറ്റ ക്യാപ്പ് എന്ന് പറയുന്നത് ഫൈ ക്യാപ്പ് ക്രോസ് ആർ ക്യാപ്പ് ആണ്. അങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യുന്ന കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇവിടെ ആർ ക്യാപ്പും ഫൈ ക്യാപ്പും കണ്ടെത്തണം, അത്രേ ഉള്ളൂ. ഓക്കെ, ദെൻ ഇനി ഞാൻ പറഞ്ഞ മെത്തേഡ് ഒന്ന് ചെയ്ത് നോക്കാം. മറ്റേത് താല്പര്യമുള്ളവർ അത് ചെയ്യാം. ഞാനിവിടെ തീറ്റ ക്യാപ്പിന്റെ റിലേഷൻ കണ്ടെത്താൻ വേണ്ടിയാണ് ഈ പറഞ്ഞതൊക്കെ. തീറ്റ ക്യാപ്പിന്റെ റിലേഷൻ കണ്ടെത്തണം. മിലിൻ മൈക്കൊന്ന് ഓണാക്കിയ. മിലിൻ, ഞാൻ ഈ വരച്ചേക്കുന്ന ഈ ഫിഗർ മനസ്സിലായോ? ഈ ഫിഗർ ഓക്കെ, മൈക്ക് ഓഫ് ആയോ? മുഫീദ, ഈ ഫിഗർ മനസ്സിലായോ?
മനസ്സിലായി. ഓക്കെ, ദെൻ ആ തീറ്റ ക്യാപ്പ് ഒന്ന് പറയാവോ തന്നെ? ഇത് ഇസഡ്, ഇത് എക്സ് വൈ പ്ലെയിൻ, ഇതായിരിക്കും തീറ്റ ക്യാപ്പ്. ഓക്കെ, ഞാൻ എഴുതാം തീറ്റ ക്യാപ്പ്. തീറ്റ ക്യാപ്പിന്റെ ഇസഡ് കമ്പോണന്റ് എന്ന് പറയുന്നത് ഇതായിരിക്കില്ലല്ലോ തീറ്റ, ഇതായിരിക്കില്ലേ തീറ്റ. ഇസഡ് കമ്പോണന്റ് എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് തീറ്റ ക്യാപ്പ് സൈൻ തീറ്റ ആയിരിക്കും, സൈൻ തീറ്റ ആയിരിക്കും. ദെൻ നമ്മളുടെ ഫിഗറിൽ തീറ്റ ക്യാപ്പിന് ഇവിടെ പ്രൊജക്റ്റ് ചെയ്യും, ക്യാപ്പിന് പ്രൊജക്റ്റ് ചെയ്യും. തീറ്റ ക്യാപ്പ് കോസ് തീറ്റ, തീറ്റ ക്യാപ്പ് കോസ് തീറ്റ, കോസ് ഫൈ ഐ ക്യാപ്പ്, തീറ്റ ഇസഡ് എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് തീറ്റ ക്യാപ്പ് സൈൻ തീറ്റ, സൈൻ ഫൈ ജെ ക്യാപ്പ്. ഓക്കെ, അരുൺ അല്ല, അരുണല്ല, അജയ്, ഇങ്ങനെയാണോ റിലേഷൻ കിട്ടിയത്? കോസ് തീറ്റ കോസ് ഫൈ ഐ ക്യാപ്പ് പ്ലസ് സൈൻ തീറ്റ സൈൻ ഫൈ ജെ ക്യാപ്പ് പ്ലസ് സൈൻ തീറ്റ കെ ക്യാപ്പ്. ഇതാണ് തീറ്റ ക്യാപ്പിന്റെ റിലേഷൻ. കോസ് തീറ്റ കോസ് ഫൈ, കോസ് തീറ്റ കോസ് ഫൈ ഐ ക്യാപ്പ് അല്ലേ? മറ്റേത് കോസ് തീറ്റ സൈൻ ഫൈ. മറ്റേ കോസ് തീറ്റ സൈൻ ഫൈ. ഓക്കെ ഓക്കെ, ഇത് കോസ് തീറ്റ സൈൻ ഫൈ ആണ്. കോസ് തീറ്റ സൈൻ ഫൈ ജെ ക്യാപ്പ് പ്ലസ് സൈൻ തീറ്റ കെ ക്യാപ്പ്. ഈ റിലേഷൻ മനസ്സിലാകാത്തവരെ ക്ലാസ് കഴിയുമ്പോൾ ഒന്നുകൂടെ നിന്നാൽ മതി കേട്ടോ. ഞാൻ ഒന്നുകൂടെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ നോക്കാം. ഇങ്ങനെ കിട്ടും ഈ റിലേഷൻ. ജസ്റ്റ് ഒന്നുകൂടെ വെയിറ്റ് ചെയ്യുക, ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയട്ടെ. ഈ റിലേഷൻ എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാല് അത് വേണ്ട, ഈ ക്ലാസിന്റെ അവസാനം പറഞ്ഞുതരാം. ഈ റിലേഷൻ ഒന്നുകൂടെ മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്താൽ മതി. ആ റിലേഷൻ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇങ്ങനെ റിലേഷൻ കിട്ടും. നിങ്ങൾക്ക് ആർ ക്യാപ്പ് കണ്ടുപിടിച്ച റിലേഷൻ മനസ്സിലായെങ്കിൽ ഓക്കെ, ഞാൻ ക്ലാസിന്റെ അവസാനം പറഞ്ഞുതരാം. ഓക്കെ, ഇതാണ് തീറ്റ ക്യാപ്പിന്റെ റിലേഷൻ. ദെൻ നമുക്ക് തന്നിരിക്കുന്ന പോയിന്റ്സ് 10, π/4, π/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇതിൽ r എന്ന് പറയുന്ന വെക്ടർ എവിടെയും ഇല്ല, അപ്പൊ 10 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. തീറ്റ ഈക്വൽ ടു π/4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, ഫൈ ഈക്വൽ ടു π/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ദെൻ ഫസ്റ്റ് ടേം 0 ആയി പോകും. കോസ് π/2 എന്ന് പറയുന്നത് 0 അല്ലേ? സെക്കൻഡ് ടേം 1/√2 ജെ ക്യാപ്പ് പ്ലസ് 1/√2 കെ ക്യാപ്പ് എന്ന് കിട്ടും. ഇവിടെ പ്ലസ് ആണോ വരിക? ഓപ്ഷൻ ബി ആണോ വരിക? സൈൻ π/4. തെറ്റിയോ? മൈനസ് കെ ക്യാപ്പ് ആണ് ഇവിടെ, മൈനസ് ജെ ക്യാപ്പ് ആണ്. ഓക്കെ ഓക്കെ, ഒരു മിനിറ്റ്, ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഇസഡ് കമ്പോണന്റ് എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് തീറ്റ. ഞാനിവിടെ മൈനസ് ഇസഡ് ആണ്. മോഡുലസ് ഓഫ് തീറ്റ കോസ് തീറ്റ സൈൻ ഫൈ, സോറി, ഇസഡ് കമ്പോണന്റ് മൈനസ് ആണേ, ഇവിടെ അല്ല മൈനസ്, ഇവിടെ മൈനസ്. ഇങ്ങനെയായിരിക്കും ഇത് കിട്ടുക. കോസ് തീറ്റ കോസ് ഫൈ ഐ ക്യാപ്പ് പ്ലസ് കോസ് തീറ്റ സൈൻ ഫൈ ജെ ക്യാപ്പ് മൈനസ് സൈൻ തീറ്റ കെ ക്യാപ്പ് എന്നാണ് ആൻസർ കിട്ടേണ്ടത്. ദെൻ ഇതിന്റെ ആൻസർ 1/√2 ജെ ക്യാപ്പ് മൈനസ് 1/√2 കെ ക്യാപ്പ് എന്ന് കിട്ടും. ഓപ്ഷൻ ഡി കിട്ടും. ഇത് മനസ്സിലാകാത്തവർക്ക് ഞാൻ ആ യൂണിറ്റ് വെക്ടേഴ്സിന്റെ കൺവേർഷൻ ക്ലാസിന്റെ അവസാനം ഒന്നുകൂടെ പറഞ്ഞുതരാം. ഓക്കെ ഓക്കെ, ഞാൻ അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാണ്. ചോദ്യം ഇതാണ്. ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒരു ചോദ്യമാണ്. 4 forces are given below. 4
forces are given below. നിങ്ങൾ ആ കഴിഞ്ഞ പ്രോബ്ലത്തിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട. ഞാൻ ആ പ്രോബ്ലം ഒന്നുകൂടെ പറഞ്ഞുതരാം കേട്ടോ. യൂണിറ്റ് വെക്ടറിന്റെ കൺവേർഷൻ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ദെൻ അത് കഴിഞ്ഞിട്ട് ആ പ്രോബ്ലം ക്ലാസിന്റെ അവസാനം ഒന്നുകൂടെ ചെയ്യാം. ചോദ്യം ഇതാണ്: 4 ഫോഴ്സസ് ആർ ഗിവൺ ബിലോ. F1 വെക്ടർ F1 ഈക്വൽ ടു K എക്സ്പോണൻഷ്യൽ മൈനസ് R സ്ക്വയർ by capital R square R cap. F2 equal to K, ഇത് 1, ഇത് 2, K x cube y cap minus y cube z cap. Option 3. Vector F3 equal to K x cube x cap plus y cube y cap. Option 4. F4 equal to K by R phi cap. ചോദ്യം ഇതാ: identify the correct option. Identify the correct option. Identify the correct option. Option A. 3 and 4 are conservative. 1 and 2 not. Option B. 1 and 2 are conservative. 1 and 2 are conservative, but 3 and 4 not. Option C. 2 and 3 are conservative, but 1 and 4 not. Option D. 1 and 3 are conservative. Two and 4 are not. ഒരു ഫോഴ്സ് തന്നിരിക്കുന്ന വെക്ടർ കൺസർവേറ്റീവ് ആണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടി കേൾ എടുത്ത് നോക്കിയാൽ മതി. കേൾ 0 ആണെങ്കിൽ കൺസർവേറ്റീവ് ആണ്. തന്നിരിക്കുന്ന 4 വെക്ടേഴ്സും കേൾ എടുക്കണം. ചെയ്തോ?
കേൾ എടുക്കാൻ അറിയാൻ പാടില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? മിലിൻ മൈക്കൊന്ന് ഓണാക്കിയ മിലിൻ. മിലിൻ സർ ഫസ്റ്റ് വൺ ഇത് ഏതാ കോർഡിനേറ്റ് സിസ്റ്റം? സ്പെരിക്കലാണ് സർ. സ്പെരിക്കൽ ആണ്. അപ്പോൾ സ്പെരിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിലെ കേളിന്റെ ഇക്വേഷൻ എഴുതണം. ഒന്ന് പറഞ്ഞേ. 1/r² sin theta. ഓക്കെ 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 1/r² sin theta. ഡിറ്റർമിനന്റ് r cap r r theta cap r sin theta phi cap dou by dou r dou by dou theta dou by dou phi ax ar അല്ല AR ഇവിടെ എന്താ? ar AR എന്ന് പറയുന്നത് നമ്മളുടെ ആർ ക്യാപ്പിന്റെ കൂടെ കിടക്കുന്ന കോഎഫിഷ്യന്റ് ആണ്. അപ്പൊ എക്സ്പോണൻഷ്യൽ അത് ഫുൾ അതിനല്ലേ? ആ ടേം കൂടെ വരും. -r² by ക്യാപിറ്റൽ R². ക്യാപിറ്റൽ ആറും കെയും കോൺസ്റ്റന്റ്സ് ആണ്. ഓക്കെ. പിന്നെ 5 പിന്നെ 0 0. ഇത് കേള് ചെയ്യുമ്പോ എന്ത് കിട്ടും? r theta മറ്റേ ഫസ്റ്റ് ഫംഗ്ഷൻ ഫുൾ 0 അല്ലേ സർ? സെക്കൻഡ് ഫംഗ്ഷനോ? r theta cap into ഫസ്റ്റ് ആർ ക്യാപ്പിന്റെ കൂടെ വരുന്ന ടേം 0 ആയി പോകും. -r theta cap അതിന്റെ കൂടെ വരുന്ന ടേമോ? -r theta cap into dou by dou phi പിന്നെ k into exponential. അതിന് ഡെറിവേറ്റീവ് എടുത്താൽ എന്താ കിട്ടുക? 0 അല്ലേ? 0 കിട്ടും. ബാക്കിയോ 0 കിട്ടും. ഇത് കംപ്ലീറ്റ്ലി 0 ആണ്. കംപ്ലീറ്റ്ലി 0 ആണെങ്കിൽ എന്താ അതിന്റെ അർത്ഥം? കൺസർവേറ്റീവ് ആണ്. ഓക്കെ. ബാക്കി ചെയ്തോ. ഞാൻ ഇനി ഒരു ബാക്കി മൈക്ക് ഓഫ് ആയിക്കോ. ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ തന്നിരിക്കുന്ന സാധനേ എഫ് ഈസ് എ ഫങ്ഷൻ ഓഫ് എഫ് ഓഫ് ആർ എന്ന് പറഞ്ഞാലേ സെൻട്രൽ ഫോഴ്സ് പ്രോബ്ലം ആണ്. സെൻട്രൽ ഫോഴ്സ് പ്രോബ്ലം. സെൻട്രൽ ഫോഴ്സ് പ്രോബ്ലം എപ്പോഴും കൺസർവേറ്റീവ് ആയിരിക്കും. ഇതൊന്ന് എഴുതി വെച്ചോട്ടോ. ചെയ്തു നോക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, ബട്ട് ചെയ്തെന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. If f is a function of r only, then such type of problems are said to be central force problem. Central force problem is always conservative. ചെയ്തു നോക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, പിന്നെ ചെയ്തു എന്നുള്ള കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അടുത്തത് ചെയ്തോ. അത് ഞാൻ അടുത്തൊന്ന് പറയോ? അത് ഞാൻ മൈക്ക് പ്രശ്നമാണോ? പറഞ്ഞോ. അടുത്ത കോർഡിനേറ്റ് സിസ്റ്റം ഏതാ? അടുത്ത F2ന്റെ കോർഡിനേറ്റ് സിസ്റ്റം കാർട്ടീഷ്യൻ. അപ്പൊ അതിന്റെ കേളിന്റെ ഇക്വേഷൻ ഒന്ന് പറയോ? ഡിറ്റർമിനന്റ് പറഞ്ഞോ. അല്ല, ഇവിടെ എന്താ എഴുതണ്ടേ ഫസ്റ്റ് ടൈം? ഐ ക്യാപ്പിന്റെ കോഎഫിഷ്യന്റ്
എ എക്സ് എന്ന് പറയുന്നത് എ എക്സ് ഐ ക്യാപ്പ് ആണ്. ഐ ക്യാപ്പിന്റെ കോയിഫിഷ്യന്റ് നമ്മളുടെ ടേമിൽ ഐ ക്യാപ്പ് ഉണ്ടോ? ഇല്ല ഇല്ല. അപ്പൊ 0 എടുക്കണം. ഞാൻ നോക്കിയത് തേർഡ് വണ്ണാ നോക്കിയത്. മാറിപ്പോയി. ഓക്കെ. ഇത് പറഞ്ഞോ. കെ ക്യൂബ് മൈനസ് കെ വൈ ക്യൂബ്. ഇത് ചെയ്യുമ്പോ എന്ത് കിട്ടും ആൻസർ? ആൻസർ ഇങ്ങനെ കിട്ടും. സം റിസൾട്ട് കിട്ടും. ദാറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 0. ദെൻ സെക്കൻഡ് വൺ നോട്ട് കൺസർവേറ്റീവ് ആണ്. ഓക്കെ, ബാക്കി ചെയ്തോ. തേർഡ് വണ്ണും ഫോർത്ത് വണ്ണും ചെയ്തോ. ഫോർത്ത് വൺ ചെയ്യലായിരിക്കും കൂടുതൽ എളുപ്പം. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഓപ്ഷൻസ് നോക്കി ആൻസർ പറയാൻ പറ്റും. ഫോർത്ത് വൺ നോൺ കൺസർവേറ്റീവ് ആണ്. നോക്കട്ടെ. നോൺ കൺസർവേറ്റീവ് ആണ് ഫോർത്ത് വൺ. ത്രീ കൺസർവേറ്റീവ് ആണ്. അപ്പോൾ ഓപ്ഷൻ 1 and 3 ആർ കൺസർവേറ്റീവ്. ഓപ്ഷൻ ഡി. ഇതിലേതെങ്കിലും ഒന്ന് ഞാൻ ചെയ്തു തരേണ്ട ആവശ്യമുണ്ടോ ആർക്കെങ്കിലും? ജീവ സാജൻ ആൻസർ കിട്ടിയോ? ആദ്യത്തെ രണ്ടെണ്ണം ചെയ്തു കഴിഞ്ഞോ? അത് മനസ്സിലായോ ചെയ്യുന്നത് എങ്ങനെയാന്ന്? ഇത് ചെയ്യുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഇത് വേഗം ആൻസർ ഒന്ന് എഴുതി വയ്ക്കാം. ഓപ്ഷൻ ഡി ആണ്. 1 and 3 ആർ കൺസർവേറ്റീവ്. 1 and 3 ആർ കൺസർവേറ്റീവ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ചോദ്യം എക്സ്പെക്ട് ചെയ്യാട്ടോ. ഇങ്ങനെ തന്നെ എക്സ്പെക്ട് ചെയ്യണമെന്നില്ല. ചിലപ്പോൾ കുറച്ച് ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻസ് തരും. എന്നിട്ട് ചോദിക്കും വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് കൺസർവേറ്റീവ് എന്ന് ചോദിക്കും. കൺസർവേറ്റീവ് എന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്യാനില്ല, വെറുതെ ഒരു ക്രോസ് പ്രോഡക്റ്റ് എടുത്താൽ മതി. ഡെൽ ക്രോസ് കേൾ എടുത്താൽ മതി.
ഓക്കെ, ദെൻ ചെയ്ത് തീരാത്ത ഒരു സ്പേസ് വിടുക. ദെൻ ആപ്ലിക്കേഷൻ ഓഫ് ഗ്രേഡിയന്റ്. ആപ്ലിക്കേഷൻ ഓഫ് ഗ്രേഡിയന്റ്. Application of gradient. ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ടു ഫൈൻഡ് ദ മാക്സിമം സ്ലോപ്പ്. രണ്ടാമത്തെ ഒരു ആപ്ലിക്കേഷൻ, സം ഫംഗ്ഷൻ ഈസ് ഗിവൺ. സം ഫംഗ്ഷൻ ഈസ് ഗിവൺ. ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇക്വേഷൻ ഓഫ് സർഫസ് ആയിരിക്കും. ഇക്വേഷൻ ഓഫ് സർഫസ്. ഒരു സർഫസിന്റെ ഇക്വേഷൻ തരും. ദെൻ ആ സർഫസിന് നോർമൽ ആയിട്ടുള്ള വെക്ടർ കണ്ടെത്തണമെങ്കിൽ ഗ്രേഡിയന്റ് എടുത്താൽ മതി. ടു ഫൈൻഡ് ദ നോർമൽ വെക്ടർ to the given surface phi, that is normal vector n equal to del phi. നമുക്ക് സം സർഫസ് തരും. ദെൻ ആ സർഫസിന് നോർമൽ വെക്ടർ കണ്ടെത്തണമെങ്കിൽ അതിന്റെ ഗ്രേഡിയന്റ് എടുത്താൽ മതി. നമുക്ക് സം സ്ലോപ്പ് ആണ് തരുന്നതെങ്കിൽ അതിന്റെ ഗ്രേഡിയന്റ് എടുത്താൽ നമുക്ക് കിട്ടുക അതിന്റെ മാക്സിമം സ്ലോപ്പ് ആയിരിക്കും. നിങ്ങൾക്ക് ഒരു സർഫസ് തരും, അതിന്റെ ഗ്രേഡിയന്റ് എടുത്താൽ നമുക്ക് കിട്ടുക നോർമൽ വെക്ടർ ആയിരിക്കും. ടു ഫൈൻഡ്, അതിന്റെ കൂടെ ഒരു ചോദ്യം കൂടെ വരും. ടു ഫൈൻഡ് യൂണിറ്റ് നോർമൽ. in the surface. To find unit normal in the surface. എന്ന് വെച്ചാൽ അതിന്റെ യൂണിറ്റ് വെക്ടറിന്റെ ഡയറക്ഷൻ ആണ്. അതായത് നമുക്ക് കിട്ടിയ വെക്ടർ ഉണ്ടല്ലോ, അതിന്റെ യൂണിറ്റ് വെക്ടർ എടുക്കണം. ദാറ്റ് ഈസ് n cap equal to വെക്ടർ n ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വെക്ടർ n, which is equal to del phi divided by മോഡുലസ് ഓഫ് del phi. അത്രേ ഉള്ളൂ. നമുക്കൊരു സർഫസിന്റെ ഇക്വേഷൻ തന്നു, അത് കഴിഞ്ഞിട്ട് അതിന്റെ നോർമൽ ചോദിച്ചാൽ ജസ്റ്റ് ഗ്രേഡിയന്റ് എടുത്താൽ മതി. ദെൻ നോർമലിന്റെ ഡയറക്ഷൻ ആണ് അവർ ചോദിച്ചിരിക്കുന്നതെങ്കിൽ അതിന്റെ യൂണിറ്റ് വെക്ടർ കണ്ടെത്തണം. അതാണ് ഗ്രേഡിയന്റിന്റെ മറ്റൊരു ആപ്ലിക്കേഷൻ. ഒരു ആപ്ലിക്കേഷൻ നമ്മൾ കണ്ടതാണ് സ്ലോപ്പ് കണ്ടെത്താനുള്ളത്. സ്ലോപ്പ് വെറും സ്ലോപ്പ് അല്ല, മാക്സിമം സ്ലോപ്പ്. ഓക്കെ, ദെൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. Find the unit normal at a by root 3, b by root 3, c by root 3. Find the unit normal at a by root 3, b by root 3, c by root 3 on the surface x square plus a square plus y square by b square plus z square by c square equal to 1. ഒരു സർഫസിന്റെ ഇക്വേഷൻ തന്നേക്കുവാണ്. ദെൻ ഇതിന്റെ യൂണിറ്റ് നോർമൽ എടുക്കാനാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ആക്ച്വലി ഇതെന്ന് പറയുന്നത്, ഇതിനെ നമുക്ക് അപ്പുറം കൊണ്ടുവന്നാൽ ഫൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ബൈ സി സ്ക്വയർ മൈനസ് 1 എഴുതാം. ഇതാണ് നിങ്ങളുടെ സർഫസിന്റെ ഇക്വേഷൻ. ഇതാണ് നിങ്ങളുടെ ഫൈ. ദെൻ അതിന്റെ യൂണിറ്റ് നോർമൽ കണ്ടെത്താൻ പറഞ്ഞേക്കുവാണ്. അറ്റ് സം പോയിന്റ് എ ബൈ റൂട്ട് 3, ബി ബൈ റൂട്ട് 3, സി ബൈ റൂട്ട് 3. ഇതെന്താണെന്ന് അറിയാലോ, എക്സ് കോമ വൈ കോമ ഇസഡ് ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ചെയ്തോ.
ഓപ്ഷൻസ് തരാം. ഓപ്ഷൻ എ ബി സി ഐ ക്യാപ്പ് പ്ലസ് എ ബി ജെ ക്യാപ്പ് പ്ലസ് എ സി കെ ക്യാപ്പ് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. ഓപ്ഷൻ ബി ബി സി ഐ ക്യാപ്പ് പ്ലസ് എ സി കെ ക്യാപ്പ് പ്ലസ് എ ബി എ സി ജെ ക്യാപ്പ് പ്ലസ് എ ബി കെ ക്യാപ്പ് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. ഓപ്ഷൻ സി ബി സി ഐ ക്യാപ്പ് പ്ലസ് എ സി ജെ ക്യാപ്പ് പ്ലസ് എ ബി കെ ക്യാപ്പ് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് ബി സ്ക്വയർ സി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ സി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബി സ്ക്വയർ. ഓപ്ഷൻ ഡി ബി സി ഐ ക്യാപ്പ് പ്ലസ് എ ബി ജെ ക്യാപ്പ് പ്ലസ് എ സി കെ ക്യാപ്പ് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് ബി സ്ക്വയർ സി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ സി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബി സ്ക്വയർ. ചെയ്തോ? ഈ തന്നിരിക്കുന്ന ഇക്വേഷനെ ഫൈ ആയിട്ട് എടുത്താൽ മതി കേട്ടോ. സർഫസിന്റെ ഇക്വേഷൻ ദാറ്റ് ഈസ് ഫൈ ഈക്വൽ ടു ഈ ഇക്വേഷൻ എടുത്താൽ മതി. ഓപ്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ പറയാം. റോസീന ആൻസർ കിട്ടിയോ? ഗ്രേഡിയന്റിന്റെ കാർട്ടീഷ്യൻ ഫോം എന്ന് പറഞ്ഞേ. x cap dou by dou x plus y cap dou by dou y plus z cap dou by dou z. ഇവിടെ നമുക്ക് എന്താ വരിക? എക്സ് കമ്പോണന്റ് ആണോ വരിക അതോ ഫംഗ്ഷൻ ഫുൾ ആയിട്ടാണോ വരിക? ഫംഗ്ഷൻ ഫുള്ള്. ഫംഗ്ഷൻ ഫുള്ള്. ഓക്കെ.
Then ഇതിന്റെ ആൻസർ കിട്ടി കാണുമല്ലോ, ഒന്ന് പറയോ? x cap 2x by a square plus 2y b square z cap plus 2z c square by z cap. Then ഇനി എന്ത് ചെയ്യും? പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ ആൻസർ എന്ത് കിട്ടി? 2 into പറഞ്ഞോ. 2 into a by root 3 by a. 2 into a cube by root 3. ഇങ്ങനെയാണ് ആൻസർ കിട്ടിയത്. ഒരു yes. സർ യൂണിറ്റ് ഇനി അതിന്റെ മോഡുലസ് എടുക്കാം. ആൻസർ ഓപ്ഷൻ കിട്ടിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. ഓപ്ഷൻ ബി സി ഐ ക്യാപ്പ് പ്ലസ് എ സി ജെ ക്യാപ്പ് പ്ലസ് ബി സി കെ ക്യാപ്പ്. എ ബി സി. ഇതിന്റെ മോഡുലസ് എങ്ങനെയാണ് കണ്ടെത്തുക? ആരോട് ചോദിച്ചോണ്ട്? റോസീന. ഇതിന്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ ഈ 2/√3 അടി കിടക്കുന്ന എ ബി സിയും പുറത്തെടുക്കാൻ പറ്റുമോ? സ്ക്വയർ എടുക്കുമ്പോ പുറത്തെടുക്കാം. ഇതിനകത്ത് എന്ത് വരും? ബി സ്ക്വയർ സി സ്ക്വയർ ഓപ്ഷൻ ഏത് കിട്ടും എന്ന് പറഞ്ഞേ? ഓപ്ഷൻ ഓപ്ഷൻ ആർക്കും ഇതുവരെ കിട്ടിയില്ലേ? ഓപ്ഷൻ സി കിട്ടും. ഇത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്താൽ പോരെ? ഓപ്ഷൻ സി കിട്ടും. അത് ഞാൻ മൈക്കോണാണ്. ഓക്കെ, റോസീന അടുത്ത പ്രോബ്ലത്തിലേക്ക് പൊക്കോട്ടെ. ഇത് ആൻസർ കിട്ടിയോ? കേട്ടില്ല. ചെയ്തോണ്ടിരിക്കുന്നു. അടുത്ത ചെയ്യാം. ഇത് കിട്ടിയ ആൻസറാ? ചെയ്തോണ്ടിരിക്കുക. ലാസ്റ്റ് സ്റ്റെപ്പേ ഉള്ളൂ. അടുത്തൊരു ചോദ്യം ഇതാണ്. ഫൈൻഡ് the maximum rate of change. Find the maximum rate of change of function phi equal to x y z square at 103. ചെയ്തോ. ഓപ്ഷൻ എ maximum rate of change of a function. Option A
എക്സ് ക്യാപ്പ് പ്ലസ് വൈ ക്യാപ്പ്. ഓപ്ഷൻ ബി 9x ക്യാപ്പ് പ്ലസ് 9y ക്യാപ്പ് പ്ലസ് 9z ക്യാപ്പ്. ഓപ്ഷൻ സി 9x ക്യാപ്പ് പ്ലസ് 9y ക്യാപ്പ്. എ ബി സി. ഓപ്ഷൻ ഡി 0x ക്യാപ്പ് പ്ലസ് 9y ക്യാപ്പ് പ്ലസ് 0z ക്യാപ്പ്. അപ്പോൾ നമുക്ക് ഗ്രേഡിയന്റിന്റെ രണ്ട് ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ കണ്ടത്. ഒന്ന് മാക്സിമം റേറ്റ് ഓഫ് ചേഞ്ച് അല്ലെങ്കിൽ മാക്സിമം സ്ലോപ്പ്, അല്ലെങ്കിൽ സർഫസ് നോർമൽ കണ്ടെത്താൻ വേണ്ടി, ടു ഫൈൻഡ് ദ സർഫസ് നോർമൽ. ഈ സർഫസ് നോർമൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ? ഒരു സർഫസ്, അതിന്റെ നോർമൽ വെക്ടർ, ദാറ്റ് ഈസ് പെർപെൻഡിക്കുലർ വെക്ടർ, സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടർ. ഓക്കെ, സർഫസ് നോർമൽ. ഓപ്ഷൻ ആർക്കെങ്കിലും കിട്ടിയെങ്കിൽ പറയോ? ജസ്റ്റ് കേളെടുക്കാൻ അല്ല, ഡൈവർജൻസ് എടുക്കാനല്ലേ ഉള്ളൂ. ഇതെത്ര താമസം? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഓക്കെ. ഇത് ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇതോടുകൂടി വൈൻഡപ്പ് ചെയ്യുകയാണ്. ആ യൂണിറ്റ് വെക്ടർ മനസ്സിലാകാത്തവർ നിന്നാൽ മതി, ബാക്കിയുള്ളവർ ലീവ് ചെയ്യാം. നാളെ രാവിലെ ക്ലാസ് ഉണ്ട്. നാളെ രാവിലെ ഇതിന്റെ ബാക്കി എടുക്കാം. യൂണിറ്റ് വെക്ടർ മനസ്സിലാകാത്തവർ നിൽക്കുക, ബാക്കിയുള്ളവർക്ക് ലീവ് ചെയ്യാം. ഓക്കെ, ഈ പ്രോബ്ലം ആർക്കെങ്കിലും പറഞ്ഞു തരണോ? വേണ്ടല്ലോ. അതിന് ആൻസർ കിട്ടിയിരുന്നു. അതിന് ഓക്കെ, ഓക്കെ. റോസീനൊക്കെയോ? ജീവ, സാജൻ ആൻസർ കിട്ടിയോ? കിട്ടുന്നുണ്ട് സർ. ഓക്കെ, then ഞാൻ യൂണിറ്റ് വെക്ടറിന്റെ കാര്യം ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം, നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് നോക്കണം. ആ യൂണിറ്റ് വെക്ടർ ഞാൻ ഇങ്ങനെ പറയാൻ കാരണം, ആ യൂണിറ്റ് വെക്ടർ ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എഴുതി, അതുകൊണ്ടാണ്. ഓക്കെ, നമുക്ക് നോക്കാം. നമുക്കൊരു 2 ഡയമെൻഷൻ എടുത്ത് നോക്കാം. 2 ഡയമെൻഷൻ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു 2 ഡയമെൻഷൻ വെക്ടർ ആണ്, പ്ലെയിൻ പോളാർ ആണല്ലോ. പ്ലെയിൻ പോളാർ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് XY ആക്സിസിലാണ്. ഓക്കെ, ഇതാണ് വെക്ടർ R, ഇതാണ് വെക്ടർ തീറ്റ. R എന്ന് പറയുന്നത് നമ്മളുടെ പോയിന്റിലേക്കുള്ള ദൂരം, X ആക്സിസ് ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ.
തീറ്റയുടെ ഡയറക്ഷൻ ഞാൻ നേരത്തെ മാർക്ക് ചെയ്തതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? എക്സ് ആക്സിസ് ഇവിടം മുതൽ ഇവിടം വരെയാണ് ആംഗിൾ തീറ്റ. അതായത് നമ്മുടെ ബോഡി പോയിന്റ് ചെയ്യുന്നത് ഇവിടെയാണ്. ഇവിടെ ഉണ്ടാക്കുന്ന ടാൻജന്റ് ആണ് തീറ്റ, തീറ്റ ക്യാപ്പ്. ആർക്ക് ഇവിടെ ഉണ്ടാവുന്ന ടാൻജന്റ് ആണ്, ഫിഗറിൽ നിന്ന് മനസ്സിലാവില്ലെങ്കിലും ടാൻജന്റ് ആണ്. ആർ ക്യാപ്പ് ഈ ഡയറക്ഷൻ ആണ്, വെക്ടർ ആറിന്റെ ഡയറക്ഷൻ. ആർ ക്യാപ്പും തീറ്റ ക്യാപ്പും 90 ഡിഗ്രി ആയിരിക്കണം. നമ്മൾ പഠിച്ച 3 കോർഡിനേറ്റ് സിസ്റ്റത്തിലും ഓരോ യൂണിറ്റ് വെക്ടറും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കണം. ആർ ക്യാപ്പും തീറ്റ ക്യാപ്പും 90 ഡിഗ്രി ആയിരിക്കണം. ആർ ക്യാപ്പും ഫൈ ക്യാപ്പും 90 ഡിഗ്രി ആയിരിക്കണം. എല്ലാം മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കണം. ഓക്കെ, ഞാൻ ഇതില് യൂണിറ്റ് വെക്ടേഴ്സ് ഒന്നെടുത്ത് ഒന്നുകൂടെ വരയ്ക്കാൻ പോവാണ്. ഇതാണ് ഐ ക്യാപ്പ് എന്ന് പറയുന്ന യൂണിറ്റ് വെക്ടർ, ഇതാണ് ജെ ക്യാപ്പ് എന്ന് പറയുന്ന യൂണിറ്റ് വെക്ടർ, ഇതാണ് ആർ ക്യാപ്പ് എന്ന് പറയുന്ന യൂണിറ്റ് വെക്ടർ. ഈ തീറ്റ ക്യാപ്പിനെ ഞാൻ ഷിഫ്റ്റ് ചെയ്ത് ഒറിജിനിൽ കൊണ്ടുപോയി വെച്ചാൽ ഇതാണ് തീറ്റ ക്യാപ്പ് എന്ന് പറയുന്ന യൂണിറ്റ് വെക്ടർ. ഓക്കെ, ഇതിനകത്ത് ആംഗിൾ തീറ്റ എന്ന് പറയുന്നത് ആർ ക്യാപ്പും തീറ്റ ക്യാപ്പും തമ്മിലുള്ള ഡയറക്ഷൻ. ഇത് മനസ്സിലാകാത്ത ആരും ഉണ്ടാവില്ലല്ലോ. തന്നിരിക്കുന്നതിനെ ഞാൻ യൂണിറ്റ് വെക്ടറിന്റെ മാത്രം ടേംസിൽ എഴുതിയേക്കുന്നതാണ് ഇത്. ഈ ആംഗിൾ എന്തായിരിക്കും? തീറ്റ ആയിരിക്കില്ലേ? ഈ ആംഗിൾ ഐ ക്യാപ്പും ജെ ക്യാപ്പും തമ്മിൽ 90 ഡിഗ്രി ആണ്. അപ്പൊ ഇത് 90 മൈനസ് തീറ്റ ആയിരിക്കും, ഇത് 90 മൈനസ് 90 മൈനസ് തീറ്റ, ഇത് തീറ്റ ആയിരിക്കും. ആംഗിൾ തീറ്റ ആയിരിക്കും. അത് എഴുതിയതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ, അവസാനം ചോദിച്ചാൽ മതി. ഇനി നമുക്ക് ഒരു വെക്ടറിനെ റിസോൾവ് ചെയ്യണം. ഒരു വെക്ടറിനെ എങ്ങനെയാ റിസോൾവ് ചെയ്യുക? ഒരു വെക്ടർ എൽ, ഇത് ജെ ക്യാപ്പ് ആണെന്ന് വിചാരിക്കുക, ഇത് ഐ ക്യാപ്പ് ആണെന്ന് വിചാരിക്കുക. ഇതുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ തീറ്റ ആണെങ്കിൽ നമ്മളുടെ വെക്ടർ എല്ലിന്റെ ജെ കമ്പോണന്റ് എന്ന് പറയുന്നത് എൽ കോസ് തീറ്റ ആണ്. ഏതുമായിട്ടാണോ തീറ്റ ആംഗിൾ ഉണ്ടാക്കുന്നത് ആ കമ്പോണന്റ് കോസ് കമ്പോണന്റ്. എൽ ഐ ക്യാപ്പ് എന്ന് പറയുന്നത് എൽ സൈൻ തീറ്റ ആയിരിക്കും. ഞാൻ ഈ ആർ ക്യാപ്പിനെ കമ്പോണന്റ് ആക്കാൻ പോവാണ്. ആർ ക്യാപ്പിന്റെ ഐ കമ്പോണന്റ് എന്ന് പറയുന്നത് ആർ കോസ് തീറ്റ ആയിരിക്കും, അവിടെയാണല്ലോ തീറ്റ കിടക്കുന്നത്. ദെൻ അതിന് 90 ഡിഗ്രി വരുന്ന ജെ കമ്പോണന്റ്, അതിന് 90 ഡിഗ്രി വരുന്ന ജെ കമ്പോണന്റ് എന്ന് പറയുന്നത് സൈൻ ആയിരിക്കും. ആർ ക്യാപ്പ് സൈൻ തീറ്റ. ഇതാണ് ഒരു വെക്ടറിന്റെ റെസൊല്യൂഷൻ. ദെൻ നമുക്ക് ഇവിടെ വെക്ടർ ആറിനെ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. വെക്ടർ ആർ ഈക്വൽ ടു മോഡുലസ് ഓഫ് വെക്ടർ ആർ ക്യാപ്പ് കോസ് തീറ്റ ഐ ക്യാപ്പ് പ്ലസ് വെക്ടർ ആർ സൈൻ തീറ്റ ജെ ക്യാപ്പ്. ഓക്കെ, എന്റെ ചോദ്യം റോസീനയോടാണ്. എനിക്ക് ജെ ക്യാപ്പിനെ കമ്പോണന്റ് ആക്കണം. ജെ ക്യാപ്പിനെ കമ്പോണന്റ് ആക്കണം. ഇതാണ് ജെ ക്യാപ്പ്. ജെ ക്യാപ്പിനെ കമ്പോണന്റ് ആക്കുമ്പോൾ നമ്മൾ ഏത് ഡയറക്ഷനിലാണ് കമ്പോണന്റ് ആക്കുന്നത്? തീറ്റ ക്യാപ്പിന്റെ ഡയറക്ഷനിലും ആർ ക്യാപ്പിന്റെ ഡയറക്ഷനിലും. ദെൻ ജെ ക്യാപ്പിന്റെ ആർ കമ്പോണന്റ് എന്ന് പറയാവോ റോസീന? പറഞ്ഞോ. ഈ ജെ ക്യാപ്പിനെയാണ് കമ്പോണന്റ് ആക്കുന്നത് തീറ്റ ക്യാപ്പിന്റെയും ആർ ക്യാപ്പിന്റെയും ഡയറക്ഷനിൽ. അപ്പൊ ജെ ക്യാപ്പിന്റെ ആർ കമ്പോണന്റ് എനിക്കൊന്ന് പറഞ്ഞു തരണം. ജെ ക്യാപ്പിന്റെ തീറ്റ കമ്പോണന്റ് എന്താ? തീറ്റ ആയിട്ടുണ്ടാക്കുന്ന ആംഗിൾ, തീറ്റ ക്യാപ്പ് ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ ആണെങ്കിൽ അതിന്റെ തീറ്റ കമ്പോണന്റ് എന്തായിരിക്കും? ജെ ക്യാപ്പ് കോസ് തീറ്റ ആയിരിക്കില്ലേ? മനസ്സിലായോ? ഒന്ന് ആർ കമ്പോണന്റ് എന്ന് പറഞ്ഞേ. സൈൻ തീറ്റ. ജെ ക്യാപ്പ് സൈൻ തീറ്റ. ഓക്കെ ഓക്കെ, എനിക്കിനി ഐ ക്യാപ്പിനെ കമ്പോണന്റ് ആക്കണം. ഐ ക്യാപ്പിനെ കമ്പോണന്റ് ആക്കണം. ഒന്ന് പറയോ ഐ ക്യാപ്പിന്റെ കമ്പോണൻസ്? ഇത് തീറ്റ ക്യാപ്പ് ആയതുകൊണ്ട് അതിന് നേരെ ഓപ്പോസിറ്റ് വരുന്നത് മൈനസ് തീറ്റ ക്യാപ്പ് ആയിരിക്കും. ഇനി ഐ ക്യാപ്പിന്റെ കമ്പോണൻസ് ഒന്ന് പറഞ്ഞേ.
ഐ ക്യാപ്പിന്റെ ആർ കമ്പോണന്റും ഐ ക്യാപ്പിന്റെ തീറ്റ കമ്പോണന്റും. I cap theta minus ഐ ക്യാപ്പ് ആർ കമ്പോണന്റ് എന്താ? sin theta. ആറുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ. എവിടെയാണോ ആംഗിൾ തീറ്റ ഉണ്ടാക്കുന്നത് അത് കോസ് കമ്പോണന്റ്. Cos theta. അതിന് 90 ഡിഗ്രി ആണ് ഇത്. അതിന് 90 ഡിഗ്രി വരുന്നത് സൈൻ കമ്പോണന്റ്. മോഡുലസ് ഓഫ് ഐ ക്യാപ്പ് സൈൻ കമ്പോണന്റ്. Sin theta. മനസ്സിലായോ? ഇങ്ങനെയാണ് ഒരു വെക്ടറിന് നമ്മൾ കമ്പോണന്റ് ആക്കുന്നത്. അല്ലെങ്കിൽ യൂണിറ്റ് വെക്ടറിന്റെ റിലേഷൻസ് നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ്. ഞാൻ ഇതൊരു 2 ഡയമെൻഷൻ എഴുതിയതാണ്. ഞാൻ ഇതിന് ഐ ക്യാപ്പിനെ ഞാൻ ഇൻ ടേംസ് ഓഫ് ആർ ആൻഡ് തീറ്റ എഴുതി എനിക്ക് എങ്ങനെ കിട്ടും? കോസ് തീറ്റ ആർ ക്യാപ്പ്, ഇവിടെ മൈനസ് ആണേ, നമ്മൾ മൈനസ് തീറ്റ ക്യാപ്പാണ് ഇവിടെ എടുത്തത്. ഓക്കെ, ഇവിടെ മൈനസ് വരും. മൈനസ് സൈൻ തീറ്റ തീറ്റ ക്യാപ്പ്. ഇതാണ് കറസ്പോണ്ടിങ് കമ്പോണൻസ്. ഐ ക്യാപ്പിനെ ഞാൻ കമ്പോണന്റ് ആക്കിയതാണത്. ഓക്കെ, ദെൻ നമ്മൾ ഒന്നുകൂടെ പോവാം സ്പെരിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ. സ്പെരിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ എക്സ് വൈ ഇത് ഇസഡ്, ഇതാണ് എക്സ് വൈ ഇസഡ്. നമ്മളുടെ ഫൈ എന്തായിരുന്നു? ഫൈനെ മാത്രം പറയാം. ഫൈ എന്ന് പറയുന്നത് ആർ സൈൻ തീറ്റയും എക്സും തമ്മിലുള്ള ആംഗിൾ ആണ് ഫൈ. ആണല്ലോ, ആർ സൈൻ തീറ്റയും എക്സും തമ്മിലുള്ള ആംഗിൾ. ദെൻ ഫൈയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇതായിരിക്കില്ലേ, ഇവിടെയുള്ള ടാൻജന്റ്. ഞാൻ ആ യൂണിറ്റ് വെക്ടർ എഴുതാൻ പോവാണ്. യൂണിറ്റ് വെക്ടർ മാത്രം ഒന്ന് എടുത്ത് വരയ്ക്കാൻ പോവാണ്. ഇത് എക്സ്, ഇത് വൈ, ഇതെന്ന് പറയുന്നത് ആർ സൈൻ തീറ്റയുടെ ഡയറക്ഷൻ. ഞാൻ ഒന്നും കൊടുക്കുന്നില്ല. ഇതിന് 90 ഡിഗ്രി അല്ലേ, ഇത് രണ്ടും 90 ഡിഗ്രി ആയിരിക്കില്ലേ എപ്പോഴും. ദെൻ അതിന് 90 ഡിഗ്രി വരുന്ന ഒരു ഡയറക്ഷൻ, ഇതാണ് ഫൈ ക്യാപ്പിന്റെ ഡയറക്ഷൻ. ഓക്കെ, ഞാൻ റോസിനോട് ഒരു ചോദ്യം കൂടെ ചോദിക്കുകയാണ്. എനിക്ക് ഫൈ ക്യാപ്പിനെ എക്സ് കമ്പോണന്റും വൈ കമ്പോണന്റും എഴുതണം. ഫൈ ക്യാപ്പിന്റെ എക്സ് കമ്പോണന്റും വൈ കമ്പോണന്റും എഴുതണം. പറയാവോ? ഒരു മിനിറ്റ്. ഇവിടെ ആംഗിൾ ഈ തന്നിരിക്കുന്നതിൽ ഏതൊക്കെ ആംഗിള്? ഫൈ എന്ന് പറയുന്ന ആംഗിൾ ഏതാ? ഇതല്ലേ? പിന്നെ 90 ഡിഗ്രി ഇതും ഫൈ. ഓക്കെ, ഇനി പറഞ്ഞോ, നോക്കട്ടെ. ഫൈ ക്യാപ്പിന്റെ എക്സ് കമ്പോണന്റും പറയണം, ഫൈ ക്യാപ്പിന്റെ വൈ കമ്പോണന്റും പറയണം. കോസ് ഫൈ മനസ്സിലായിട്ടില്ല അല്ലേ? വേറൊരാൾ പറയോ? അതിനാൻ ഇതിന്റെ ആൻസർ ഒന്ന് പറയോ? ഇതിന്റെ ആൻസർ ഒന്ന് പറയോ? ഈ ക്വസ്റ്റ്യനിൽ എക്സ് വൈ പ്ലെയിനില്ല. എനിക്ക് മനസ്സിലായില്ല, ഒന്നുകൂടെ പറഞ്ഞേ. ഈ ക്വസ്റ്റ്യനിൽ 90 ആണ്. അപ്പൊ പ്രൊജക്ട് ചെയ്യാതെ നേരെ അത് വേണ്ട, അതിന്റെ ആവശ്യമില്ല. അത് അവിടെ ഒരു എൻ ക്യാപ്പ് ഇട്ടാൽ മതി. അതായത് എന്റെ ചോദ്യം ഇതാണ് എന്റെ ഫൈ ക്യാപ്പ്. എനിക്ക് ഫൈ ക്യാപ്പിന്റെ വൈ കമ്പോണന്റും എഴുതണം, ഫൈ ക്യാപ്പിന്റെ എക്സ് കമ്പോണന്റും എഴുതണം. മനസ്സിലായില്ലല്ലേ?
ഓക്കെ. ഫൈ കമ്പോണന്റ് മോഡ് ഫൈവ് മോഡ് ഫൈ കോസ് ഫൈ ആണ്. ഇത് എക്സ് ക്യാപ്പ് ആയതുകൊണ്ട് ഇത് മൈനസ് എക്സ് ക്യാപ്പ് ആയിരിക്കും. എക്സ് കമ്പോണന്റ് എന്ന് പറയുന്നത് മൈനസ് മോഡ് ഫൈ സൈൻ ഫൈ ആയിരിക്കും. ഓക്കെ ഓക്കെ. ഇനി മനസ്സിലാകാത്തവർക്കേ ഞാൻ നാളെ രാവിലെ ഒന്നുകൂടെ പറഞ്ഞുതരാം. നിങ്ങൾ നാളെ രാവിലെ മനസ്സിലാകാത്തവർ കുറച്ച് നേരത്തെ കയറണം. ഒരു 5:45 കയറിയാൽ മതി. അത് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് റെസൊല്യൂഷൻ ഓഫ് എ വെക്ടർ അറിയില്ല എന്ന് തോന്നുന്നു. ഒരു വെക്ടറിനെ കോസ് കമ്പോണന്റും സൈൻ കമ്പോണന്റും ആക്കി കൺവേർട്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് അറിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. ദെൻ അത് ഞാൻ നാളെ രാവിലെ പറഞ്ഞു തന്നോളാം. ദെൻ നമുക്കിന്ന് ലീവ് ചെയ്യാം. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുന്നു പഠിപ്പിച്ചേല്. ഈ പ്രോബ്ലം നോക്കണ്ട. ഈ പ്രോബ്ലം ഞാൻ നാളെ ഒന്നുകൂടെ പറയാം, ഡിസ്കസ് ചെയ്യാം. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിൽക്കാം, അല്ലെ അർത്ഥത്തിൽ ലീവ് ചെയ്യാം. താങ്ക് യു. സമീഹ